ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു BBR. BBRന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ഥിത വൈദ്യുതി എന്നുള്ള ചാപ്റ്റർ ആണ്. SCERT ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സ്ഥിത വൈദ്യുതി. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 20ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം അത് കണ്ടിട്ട് ഇതിലോട്ട് വരിക. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു പാർട്ടില് ആ ഒരു ചാപ്റ്ററിന് അത് തുടങ്ങിയപ്പോൾ ആ ഒരു പാർട്ടിന്റെ ഒരു വിശകലനം പോലെ ഒരു റിവിഷൻ പോലെ ഞാൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ ആ ഒരു ചാപ്റ്ററിന് ആ ഒരു പാർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം. നോക്കൂ, നമ്മളെ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ എന്താ ഈ പിക്ചറിന്റെ പ്രത്യേകത? നോക്കൂ, ഇവരെ മുടി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അല്ലെ. ഇതെന്തുകൊണ്ടാ? മിന്നലേറ്റതാണ് കേട്ടോ. മിന്നലേറ്റ ഫോട്ടോ എടുക്കുന്നതിന്റെ ഇടയിൽ എന്താണ് മിന്നലേറ്റ ഒരു സംഭവമാണ്. മോറോ റോക്കി എന്ന സ്ഥലത്ത് നിന്നും എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇതിലെ സഹോദരി എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോ എടുത്ത ഉടനെ തന്നെ ഫോട്ടോയിൽ കാണുന്ന വലിയ കുട്ടി മിന്നലേറ്റ് വീഴുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്തുകൊണ്ടാണ്? മിന്നലേറ്റതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പൊന്തിയുന്നത്. കാരണം അവിടെ ഒരു വൈദ്യുതി പ്രവഹിച്ചു. അപ്പൊ അതിന്റെ കാരണമൊക്കെ എന്താണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടോ? ഒന്നാമത്തെ പിക്ചർ നോക്കൂ. ഒന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സ്കെയില് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്കെയില് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കും ഇത് യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് വിശദീകരിച്ച് പറയുന്നത്. ഈ ഒരു സ്കെയിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഇത് നമ്മളെ ഹെയറിലുള്ള മുടികളിൽ എന്ത് ചെയ്യാണ്? ഹെയറിലെ ഉരസാണ്. ഉരസിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സ്കെയില് ഈ ഒരു ടാബിളിലുള്ള പേപ്പർ കഷ്ണത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങൾ ഈ ഒരു സ്കെയിലിലോട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇത് ആകർഷിക്കപ്പെടാനുള്ള കാരണമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഉടനീളം പറയുന്നത്. എന്താണ് ഇങ്ങനെ ആകർഷിക്കാൻ കാരണം? ഇതെന്താ ചെയ്തു? ഇങ്ങോട്ട് ചാടിക്കയറി അല്ലെ. എന്തുകൊണ്ടാണ് ചാടിക്കയറിയത്? ഈ സ്കെയിലിന്റെ ഉപരിതലത്തിൽ എന്താണ്? ഈ സ്കെയിലിന്റെ ഉപരിതലത്തിൽ ഒരു വൈദ്യുതി ഉണ്ടായിരുന്നു. ആ വൈദ്യുതിന്റെ പേരാണ് സ്ഥിത വൈദ്യുതി. എന്താണ്? സ്ഥിത വൈദ്യുതി. ഇവിടെ എന്താണ്? ഒരു വൈദ്യുത ചാർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വൈദ്യുത ചാർജ് കൊണ്ടാണ് ഈ പേപ്പേഴ്സ് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് അവിടെ വൈദ്യുതി ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകർഷിച്ചിട്ടുള്ളത്? സ്ഥിതവൈദ്യുതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നോക്കൂ, ഇതേ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടാപ്പിലൂടെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോ നോക്കൂ, എന്താ അവിടെ കാണാൻ പറ്റുന്നത്? നേരെ പോകുന്ന ജലധാര എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഈ ഒരു സ്കെയിലിലോട്ട് ഒട്ടിച്ചേർന്നിട്ട് പോയി. ആകർഷണം ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാം, ഈ സ്കെയിലിന്റെ മുകളിൽ എന്തുണ്ട്? വൈദ്യുത ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ജലം എന്തിനെ ആകർഷിച്ചിട്ടുള്ളത്? ആ ഒരു ഗ്ലാസ് സ്കെയിലിനെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്കെയിലിനെ ആകർഷിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കണം. തെറ്റാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാ ആകർഷിച്ചിട്ടുള്ളത്? അവിടെ എന്താണ് ഉണ്ടായത് എന്നൊക്കെ നമുക്കൊന്ന് വിശദീകരിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പാർട്ടിലോട്ട് നമ്മൾ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത നോക്കൂ, നമ്മളെ എന്താ അവിടെ ഉണ്ടായിട്ടുള്ളത്? SCERT കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ചില വസ്തുക്കളെ പരസ്പരം ഉരസുമ്പോൾ അവക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. ചില വസ്തുക്കൾ എന്നാ പറഞ്ഞത്. എല്ലാ വസ്തുക്കളെയും ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയോ? ഇല്ല. ഞാനിപ്പം ഒരു പ്ലാസ്റ്റിക് പേപ്പറും ഒരു പ്ലാസ്റ്റിക് പെന്നും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും തമ്മിൽ ഉരസാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് എടുത്തിട്ട് പേപ്പർ കഷ്ണത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പൊ ആകർഷിക്കോ? ഇല്ല. അപ്പൊ എന്താണ്? ചില വസ്തുക്കളാണ് പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. കാരണം എന്താ? അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? അങ്ങനത്തെ വസ്തുക്കളൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പിളിയും പോളിസ്റ്ററും ഉണങ്ങിയ മുടിയും സ്റ്റീൽ സ്പൂൺ ഒക്കെ തുടങ്ങിയിട്ട് ഉരസി നോക്കുമ്പോൾ അത് ചില വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവര് അത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. അപ്പൊ ഇത്രയും ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ബോക്സ് പറഞ്ഞിരുന്നു. SCERT ഈ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് എന്ത്? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ,
പെൻ ആർ ടി സി പഠിച്ചു വെക്കാം. പെൻ ആർ ടി സി ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. പെൻ ആർ ടി സി, പെന്നിന്റെ താഴെ തന്നെ ആർ ടി സി എഴുതാം. അപ്പൊ പെൻ എന്നുള്ളതിന്റെ പി എന്താ? പ്രോട്ടോണ്. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ്. റുദർഫോർഡിന്റെ ആറാണിത്. ഈ എന്താണ്? ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ ആണ്. ഓക്കെ, ജെ തോംസന്റെ തോംസൺ എന്നുള്ളതിന്റെ ടി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെയിംസ് ചാഡ്വിക് ആണ്. ചാഡ്വിക് എന്നുള്ളതിന്റെ സി ആണിത്. അപ്പൊ പെൻ ആർ ടി സി കിട്ടിയോ? പെൻ ആണ് എന്ത്? ഒരു ആറ്റം. നമ്മൾ ഓരോ ആറ്റത്തെ എടുക്കാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ആറ്റമാണ്. ഇതൊരു ആറ്റാട്ടോ. സങ്കല്പിക്കുക, ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് കണങ്ങളുണ്ട്, അതേപോലെ ഒരു ചാർജും ഇല്ലാത്ത കണങ്ങളുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടോണെ എന്ന് വിളിക്കും. ചാർജ് ഇല്ലാത്ത കണങ്ങൾ എന്ത് വിളിക്കും? ന്യൂട്രോണെ എന്ന് വിളിക്കും. ഈ ആറ്റത്തിന്റെ ഷെല്ല് ഇതുണ്ടല്ലോ, ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെല്ല് എന്ന് വിളിക്കുന്നത്. ഈ ഷെല്ലിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഷെല്ലിൽ എന്താ കാണുന്നത്? ഇലക്ട്രോൺസ് കാണുന്നുണ്ട്. കണ്ടോ, ഓരോ ഷെല്ലിലും എന്ത് കാണുന്നുണ്ട്? ഇതൊരു ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്. ഇലക്ട്രോൺസ് കാണുന്നുണ്ട്. ഇതിനെ വിളിക്കുന്നതാണ്, ഈ ഇലക്ട്രോൺസിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺസിന്. അത് ഇതിനെ വിളിക്കുന്നതാണെന്ത്? ഇലക്ട്രോൺസ്. എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഷെല്ലിൽ ഇലക്ട്രോൺസ് കാണുന്നുണ്ട്, പ്രോട്ടോൺസ് ന്യൂട്രോൺസും ഏതിലാ കാണുന്നത്? ന്യൂക്ലിയസിലും കാണുന്നുണ്ട്. അതാണ് കോമൺ ആയിട്ട് ഒരു ആറ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഏതൊരു വസ്തു, നമ്മളെ ഭൂമിയിലുള്ള ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും ആ വസ്തു നിർമ്മിച്ചിട്ടുള്ള എന്തുകൊണ്ടാ? ആറ്റങ്ങൾ കൊണ്ടല്ലേ. അപ്പം ഈ ആറ്റത്തിൽ എന്തുണ്ട്? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. പ്രോട്ടോൺ പറഞ്ഞാൽ പോസിറ്റീവ്, ഇലക്ട്രോൺ പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ ഇത് രണ്ടും തുല്യാണെങ്കിൽ എന്താ? ഈ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് തുല്യ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആറ്റം വൈദ്യുതപരമായി നിർവീര്യ. ആറ്റത്തിന് എന്തില്ല? വൈദ്യുതി ഇല്ല. വൈദ്യുതപരമായിട്ട് എന്താണ്? നിർവീര്യാണ് എന്ന്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ, 10 പ്ലസ് -10 എന്ന് പറയുമ്പോ എത്ര ആൻസർ കിട്ടുക? ഈ 10 ഇവിടെ ഒരു മൈനസ് എന്നുകൊണ്ട് ഈ 10 എന്താവും? ക്യാൻസൽ ആവും, 0 ആവും. അപ്പൊ ഇതെന്താണ്? ഒരേപോലത്തെ നമ്പർ ആയതുകൊണ്ടും പിന്നെ വ്യത്യസ്ത ചാർജ് ആണെങ്കിൽ എന്താ? അത് പ്ലസ് ചെയ്യുമ്പോൾ നിർവീര്യമായി പോവല്ലേ? 0 ആയി പോവല്ലേ? അതേപോലെ തന്നെയാണ് പറഞ്ഞത്. പ്രോട്ടോൺ ഇപ്പൊ ഒരു 10 ഉണ്ട്, ഇലക്ട്രോൺ ഒരു 10 ഉണ്ട്. അപ്പൊ ചാർജസ് വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ പിന്നെ പരിണിത ഫലം എന്താ? 0 ആയിരിക്കും. അത് നിർവീര്യമായിരിക്കും. ഓർത്തിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഇലക്ട്രോൺ നഷ്ടപ്പെടുക. ഇപ്പൊ നമ്മളിപ്പോ രണ്ട് വസ്തുക്കള്, രണ്ട് ആറ്റം ഉണ്ട്. ആ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ഏർപ്പെടുമ്പോൾ ഈ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ വേണം. ഈ ഒരു ആറ്റത്തിന് എന്ത് വേണം? ഒരു ഇലക്ട്രോൺ വേണം. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ കൊടുക്കുന്ന ആൾക്ക് എന്ത് ചാർജാ കിട്ടുക? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺസിനെ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ ഒരാൾക്ക് ഒരു സംഭവം കൊടുക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, ഇലക്ട്രോണിനെ ഒരു വസ്തു വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഒരു ആറ്റം തന്റെ ഇലക്ട്രോണിനെ വേറൊരു ആറ്റത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ വിട്ടുകൊടുത്ത ആറ്റത്തിന് കിട്ടുന്ന ചാർജ് ഏതാ? പോസിറ്റീവ് ചാർജ്. സ്വീകരിച്ച ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ്ലി ചാർജ് കിട്ടും ട്ടോ. നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ ഒരു ആറ്റത്തിനെ ഇത് സ്വീകരിച്ചു, അപ്പൊ ഇതിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജും കിട്ടും. അത്ര നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു പരീക്ഷണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ആ ഒരു ക്ലാസ് കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അടുത്ത ഈ ഒരു ബോക്സ് ഒന്ന് നോക്കാം കേട്ടോ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇത്? വൈദ്യുതീകരണം അഥവാ ചാർജിങ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മളെ ഹെയർ
നമ്മളെ ഹെയർ അല്ലെങ്കിൽ മുടികള്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യാണ്, നമ്മളൊരു സ്കെയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരസാം. അപ്പൊ ഉരസുമ്പം ഈ സ്കെയിലിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. സ്ഥിത വൈദ്യുതി ആവട്ടെ, എന്നാലും ഒരു വൈദ്യുത ചാർജ് ഉണ്ടാവുന്നില്ലേ. അപ്പൊ അങ്ങനെ വൈദ്യുതി ആക്കി മാറ്റിയില്ലേ, ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജിങ് അല്ലെങ്കിൽ വൈദ്യുതീകരണം എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജ് നമ്മൾ എന്ത് പറയും, സ്ഥിത വൈദ്യുതി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലോഹം എടുക്കാം. ലോഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെമ്പ് കമ്പി, ചെമ്പ് കമ്പി എടുക്കാണ്. ചെമ്പ് കമ്പി എടുത്തിട്ട് ഈ ചെമ്പ് കമ്പി, ഇത് ചെമ്പ് കമ്പിയാട്ടോ, ജസ്റ്റ് ഓർത്തിരിക്കാം. ഈ ചെമ്പ് കമ്പിയിലൂടെ ഞാൻ എന്താണ്, വൈദ്യുതി കൊടുക്കാണ്. ചെമ്പ് കമ്പിയിലേക്ക് എന്ത് ചെയ്യാണ്, വൈദ്യുതി കൊടുക്കാണ്. അപ്പൊ വൈദ്യുതി എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വൈദ്യുതി ഇങ്ങനെ പോവാണ് കേട്ടോ. വൈദ്യുതി ഇങ്ങനെ പോയോണ്ടിരിക്കുക. ഇത് കൊടുക്കുമ്പോൾ ഇത് ലോഹല്ലേ, ലോഹം എന്താ, വൈദ്യുതിനെ കടത്തി വിടൂലേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് കൊടുത്ത വൈദ്യുതി ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നില്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നോണ്ടിരിക്കുന്നുണ്ടോ, ഇല്ല. ഇതെന്ത് ചെയ്യും, ലോഹമായതുകൊണ്ട് അപ്പുറത്തേക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ വൈദ്യുതി നമ്മൾ എന്ത് പറയൂല, സ്ഥിത വൈദ്യുതി എന്ന് പറയൂല. പക്ഷെ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, വേറൊരു എക്സാമ്പിൾ എടുക്കാണ്. നമ്മളെ ഹെയർ, ഇതാ ഹെയർ ഉണ്ട്. ഈ ഹെയറിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു സ്കെയിൽ കൊണ്ടുവരികയാണ്. ഈ ഒരു സ്കെയില് കൊണ്ടുവന്നിട്ട് ഞാൻ എന്തിങ്ങനെ ഉരസാണ്. അപ്പൊ ഈ ഹെയറും ഈ ഒരു സ്കെയിലും ഉരസിയപ്പോ എന്താണ്, ഈ സ്കെയിലിലേക്ക് ഒരു ചാർജ് കിട്ടി. എന്ത് കിട്ടി, ചാർജ് കിട്ടി. ചാർജ് കിട്ടിയപ്പോ എന്താ, ഇത് വൈദ്യുതി ഉണ്ടായി അല്ലെ. അതിന്റെ മുകളിൽ ഒരു വൈദ്യുതി ഉണ്ടായി. അപ്പൊ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാ. ഇതിന് എന്ത് ചാർജാ കിട്ടിയത്, പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ കിട്ടിയത്. പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ എന്താ നോക്കി, ഈ സ്കെയില് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് വൈദ്യുതിനെ കടത്തി വിടുവോ, ഇല്ല, കടത്തി വിടൂല. അപ്പൊ ഇതിന്റെ ഉപരിതലത്തിൽ ഈ ചാർജ് ഇങ്ങനെ നിൽക്കും. അങ്ങനെ സ്ഥിരമായിട്ട്, അതായത് കുറച്ചൊരു സമയത്തിന് എന്ത് ചെയ്യാണ്, ഈ ഒരു ചാർജ് വൈദ്യുതി ഈ ഒരു സ്കെയിലിന്റെ ഉപരിതലത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഉപരിതലത്തിൽ ആ കൊടുത്ത ഭാഗത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ വൈദ്യുതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. സെറ്റാണോ? അതാണ് നമ്മളെ ഈ ഒരു മുടി ഉരസുന്നതിനും അതേപോലെ ടാപ്പിന്റെ അടുത്തേക്ക് ഒരു സ്കെയിൽ കൊണ്ടുവന്നപ്പം ആ വെള്ളം ഒന്ന് വ്യതിചലിച്ച് പോയതൊക്കെ കാരണം എന്താ, ഈ സ്ഥിത വൈദ്യുതി കൊണ്ടാണ്. ഓർത്തിരിക്കുക. സെറ്റാണല്ലോ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗം നോക്കാം കേട്ടോ. അടുത്ത ഭാഗം എന്താ നോക്കൂ, ഞാനിപ്പോ പറഞ്ഞ കാര്യം നമ്മളെ SCERT തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ താഴത്ത് നോക്കൂ, ഒരു ക്വസ്റ്റ്യന്, ഒരു ചെമ്പു കമ്പി, ഹാക്സോ ബ്ലേഡ്, സ്റ്റീൽ സ്പൂണ് തുടങ്ങിയവയെ കമ്പിളി, സിൽക്ക്, പോളിയസ്റ്റർ എന്നിവ ഓരോന്നും ഉപയോഗിച്ച് മാറി മാറി ഉരസിയ ശേഷം ഓരോ പ്രാവശ്യവും മറ്റു വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എന്താണ് അവിടെ നടക്കാന്ന്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ചെമ്പ് കമ്പി എന്ന് പറഞ്ഞാലും ആക്സോബ്ലേഡ് എന്ന് പറഞ്ഞാലും സ്റ്റീൽ സ്പൂൺ എന്നൊക്കെ പറഞ്ഞ എന്താ, ഒരു ലോഹ. അപ്പൊ ഈ ലോഹത്തിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെമ്പ് കമ്പിനെ കമ്പിളി കൊണ്ട് എന്ത് ചെയ്തു, ഉരസി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് അവിടെ തന്നെ നിൽക്കുവോ, ഇല്ല. എന്ത് ചെയ്യും, ഇവിടെ കമ്പിളി ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കമ്പിളി ഉണ്ട്. ഞാൻ എന്താണ്, ഈ കമ്പിളിയെ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെമ്പ് കമ്പി കൊണ്ട് ഇങ്ങനെ ഉരസാണ്. ഉരസിയപ്പോ എന്ത് ചെയ്തു, ഇവിടെ ചാർജസ് ഫോം ചെയ്തു. എന്ത് ചെയ്തു, ചാർജസ് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചാർജസ് ഈ ചെമ്പ് കമ്പിന്റെ ആ ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കുവോ, കാരണം എന്താ, നിൽക്കൂല. ഈ ചെമ്പ് കമ്പിയിലൂടെ ഇതിങ്ങനെ ഒഴുകി പോകും അല്ലെ, ഒഴുകി പോകും. കാരണം എന്താ, ചെമ്പുകമ്പി എന്ന് പറഞ്ഞ ഒരു ലോഹല്ലേ. അപ്പം ഈ ചെമ്പുകമ്പി എടുത്തിട്ട് ഞാനൊരു പേപ്പർ കഷ്ണത്തെ ആകർഷിക്കാൻ കഴിയുണ്ടോ നോക്കി എന്താ എനിക്ക് കാണാൻ പറ്റും, അത് ആകർഷിക്കൂല. കാരണം എന്താ, ആ ഒരു ചെമ്പുകമ്പിന്റെ ഉപരിതലം, അതായത് മുകളിൽ എന്തുണ്ടാവൂല, ചാർജസ് നിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തില്ല, വൈദ്യുതി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നോക്കൂ, ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായോ?
വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ട്. ഉണ്ടെങ്കിലും എന്താണ്, അത് ചാലകമായതിനാൽ നമ്മൾ എന്ത് പറഞ്ഞു, ലോഹമായതുകൊണ്ട് വൈദ്യുതി അതിന്റെ ഉള്ളിലൂടെ കടന്നു പോവും. അങ്ങനെ കടന്നു പോവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിന് നമ്മൾ എന്ത് പറയും, ചാലകത. ചാലകത എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോഹങ്ങൾ എന്താ, ചാലകമല്ലേ. അപ്പൊ ആ ചാലകമായതിനാല് ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതിനാലാണ് ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടാത്തത്. മനസ്സിലായോ, എന്തുകൊണ്ടാണ് ലോഹങ്ങളില് ചാർജസ് സ്വരൂപിക്കപ്പെടാത്തത് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അടുത്തതിൽ എന്താണ് നോക്കൂ, ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരീക്ഷണം നോക്കൂ കേട്ടോ. 2 ബലൂണുകൾ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ജസ്റ്റ് ഒന്നും കൂടി പറയുന്നുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. 2 ബലൂൺ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വേറൊരു ബലൂണും തൂക്കിയിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ തൂക്കിയിട്ടപ്പം ഞാൻ എന്ത് ചെയ്തു, തൂക്കിയിട്ടിട്ട് എന്ത് ചെയ്തു, ഇതിന് ഉള്ളിലൊരു ഫ്ലാനൽ വെച്ചു. ഒരു ഫ്ലാനൽ കണ്ടോ, വെച്ചിട്ടുള്ള ഫ്ലാനൽ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫ്ലാനൽ വെച്ചിട്ട് ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യാ, ഉരസ്യ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു ബലൂൺ ഉണ്ടല്ലോ, ഒന്നാമത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. ഇത് രണ്ടും ഉരസി. അപ്പൊ ഉരസിയപ്പോ ഇവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടി. എങ്ങനെയാണ്, 2 വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചാർജസിന്റെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജും വന്ന് ഈ ഭാഗത്തും എന്താണ് ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജ് വരുന്നത്. കാരണം ഫ്ലാനലല്ലേ എവിടെ വെച്ചിട്ട് ഉരസുന്നേ, ഈ ബലൂണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉരസുന്നില്ല. ഫ്ലാനല് രണ്ടിലും വെച്ചിട്ട് ഉരസ്യ ചെയ്യുന്നത്. അപ്പം ഈ ബലൂണിന്റെ ഈ സൈഡിലും പോസിറ്റീവ് ചാർജ് കിട്ടി, ഈ ബലൂണിന്റെ ഈ ഭാഗത്തും എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. കാരണം അതെങ്ങനെ നമുക്ക് മനസ്സിലായത്, കാരണം എന്താ അറിയോ, നോക്കി അടുത്ത പിക്ചറിലൊന്ന് ജസ്റ്റ് നോക്കൂ. ഈ ഫ്ലാനലായിട്ട് എടുത്തപ്പോ ഈ ബലൂണുകൾ എന്താ അവിടെ ചെയ്തിട്ടുള്ളത്, ഫ്ലാനൽ എടുത്ത ഉടനെ തന്നെ ഈ ബലൂണ് ഇങ്ങോട്ടും ഈ ബലൂണ് ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ചലിച്ചിട്ടുണ്ട്. അതായത് വികർഷണം അല്ലെ, ആകർഷിച്ചിട്ടുണ്ടോ ഇല്ല, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നിലോട്ട് ഇവരെന്ത് ചെയ്തു, അങ്ങോട്ട് വികർഷിച്ച് പോയിക്ക. അപ്പൊ വികർഷിക്കണമെങ്കിൽ നമുക്ക് എന്ത് നിരീക്ഷിക്കാൻ പറ്റും, ഇവിടെ ഒരുപോലത്തെ ചാർജസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഒരുപോലത്തെ ചാർജസ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താ അവിടെ ആവുന്നേ, നെഗറ്റീവ് ചാർജ് ആവാം. മനസ്സിലായോ? ഇവിടെ 2 ഭാഗത്തും നെഗറ്റീവ് ചാർജ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരിക്കും ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 2 ഭാഗത്തും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യൂല, ആകർഷിക്കൂല. ഒരുപോലത്തെ ഇപ്പൊ പോസിറ്റീവും ഇപ്പൊ നമ്മൾ പറയും ഗേൾസും കണ്ടാൽ ഒരു ആകർഷണം തോന്നൂല അല്ലെ. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ബോയ്സും കാണുകയാണെങ്കിൽ സാധാരണ ഒരു രീതിയിൽ ആകർഷണം തോന്നില്ല. പക്ഷെ ബോയ്സും ഗേൾസും കാണുകയാണെങ്കിൽ എന്താ, ആകർഷണം തോന്നും. കാരണം എന്താ, വിപരീത ചാർജസ് ആണ്. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒപ്പം വരികയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു ആകർഷണം ഉണ്ടാവും. പോസിറ്റീവ് വന്നാൽ അവിടെ വികർഷണം ഉണ്ടാവും, ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ബലൂണ് വികർഷിച്ചിട്ടുള്ളത്. കണ്ടോ, സജാതീയ ചാർജ്, ഒരുപോലത്തെ ചാർജ് സെയിം ആയിട്ടുള്ള. ഇപ്പൊ പോസിറ്റീവും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഒരുപോലത്തെ ചാർജ് അല്ലേ. അപ്പൊ എന്തിനു പറയും, ഈ പോസിറ്റീവിനെ നമ്മൾ എന്ത് പറയും, സജാതീയ ചാർജുകൾ എന്ന് പറയും. ഇപ്പൊ ഞാൻ നെഗറ്റീവ് ചാർജും എടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് പറയും, ഒരുപോലത്തെ ചാർജ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് പറയും, സജാതീയ ചാർജ് എന്ന് പറയും. വേറെ എക്സാമ്പിൾ പറയാം, നെഗറ്റീവും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനെന്ത് പറയും, വിജാതീയ ചാർജ് എന്ന് പറയും. കാരണം വേറെ ചാർജാ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ്. മനസ്സിലായോ? അപ്പൊ സജാതീയ ചാർജുകൾ തമ്മിൽ എന്താ ചെയ്യുന്നേ, വികർഷിക്കാണ് ചെയ്യുക. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നോക്കൂ, ഇതൊക്കെ എന്തിന്റെ പ്രത്യേകത കണ്ടോ, ഇവിടെയും അതേ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇതെന്തിന്റെ പ്രത്യേകത, നമ്മളെ വൈദ്യുത ചാർജിന്റെ സവിശേഷതകളാണ് ഇതൊക്കെ, ഓർത്തിരിക്കട്ടോ. അപ്പൊ വൈദ്യുത ചാർജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യും, ആകർഷിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്കെയിൽ കൊണ്ടുവന്നു, മുടിയിൽ ഉരസിയിട്ടുള്ള സ്കെയിൽ കൊണ്ടുവന്നിട്ട് പേപ്പറിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു, ഈ പേപ്പർ കഷ്ണങ്ങൾ ഈ സ്കെയിലിലേക്ക് ആകർഷിച്ചു. പേപ്പറിന് ചാർജ് ഉണ്ടോ, ഇല്ല. ചാർജുള്ള വസ്തു സ്കെയിലാണ്. അപ്പൊ ഈ ചാർജുള്ള വസ്തു
ചാർജ് ഇല്ലാത്ത വസ്തുവായ പേപ്പറിനെ ആകർഷിച്ചില്ലേ? അതാണ് ആ ഒരു പോയിന്റിൽ പറഞ്ഞത്. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേ നോക്കൂ. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. വിജാതി എന്ന് പറഞ്ഞാൽ വിപരീതം, അങ്ങനെ ഓർത്തിരിക്കട്ടോ. വിജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ ആകർഷിക്കും, അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ ആകർഷിക്കും. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആ. അടുത്ത നോക്കൂ. സജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും. സജാതീയം പറഞ്ഞാൽ എന്താ? സമമായിട്ടുള്ള ചാർജ്. പോസിറ്റീവും എന്ത് ചെയ്യും? വികർഷണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് എന്താണ് കൂളോം എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗം നോക്കുക, സിആർടിയിലുള്ള ഒരു പോയിന്റ്. വൈദ്യുത ചാർജ് അളക്കുന്നത് കൂളോം എന്ന യൂണിറ്റിലാണ്. എന്താണ്? നമ്മളിപ്പോ ഇത്ര ചാർജ് പോയി എന്നുള്ള അങ്ങനെ പറയാം. ഇപ്പൊ ഈ ഒരു വയറിലൂടെ, ഈ ഒരു ചെമ്പ് കമ്പിയിലൂടെ ഞാൻ 2 കൂളോം വൈദ്യുത ചാർജ് വിട്ട് എന്നാട്ടോ പറയാ. അങ്ങനെയാണ് പറയാ. അപ്പൊ വൈദ്യുത ചാർജ് അളക്കുന്നത് ഏത് യൂണിറ്റിലാ? കൂളോം യൂണിറ്റിലാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നിന്ന് ഞാന് എന്ത് ചെയ്യാണ്? ഈ ഒരു എ എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്കുള്ള അളവ് ഞാൻ അളന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് പറയും? 5 സെന്റിമീറ്റർ ആണെന്ന് പറയും. ഈ സെന്റിമീറ്റർ ആണ് എന്ത് ഇവിടുത്തെ യൂണിറ്റ്. അതേപോലെ നമ്മളെ വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കൂളോം ആണ്. വൈദ്യുത ചാർജ് നമ്മൾ എന്താ പറയാ? 1 കൂളോം, അല്ലെങ്കിൽ 2 കൂളോം, 3 കൂളോം, അങ്ങനെയാണ് പറയാ കേട്ടോ. ഈ കൂളോം എന്നുള്ളത് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സി ആണ്, ക്യാപിറ്റൽ ലെറ്റർ സി ആണ് യൂസ് ചെയ്യുക. അത് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ ചാർജ് എന്താ? ഒരു അതിശ അളവാണ്. എന്താ അളവാണ്? അതിശ അളവ്. സദിശ അളവുണ്ട്, അതിശ അളവുണ്ട്. ചാർജ് എന്താണ്? ഒരു അതിശ അളവാണ്. അതായത് ഒരു വസ്തുവിന്റെ അളവ് നമ്മൾ പറയുമ്പോൾ അതിന് ദിശ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരം വിളകളെ നമ്മൾ എന്ത് പറയും? ഇപ്പം ഇങ്ങോട്ടൊരു ദിശ സൂചിപ്പിക്കണം, അതിനെന്ത് വിളിക്കും? അതിന് നമ്മൾ സദിശ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ദിശ സൂചിപ്പിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വൈദ്യുത ചാർജ് എന്താണ്? ഒരു അതിശ അളവാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോമാണ്. മനസ്സിലായല്ലോ? ദിശ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് സദിശം. ദിശ ഇവിടെ പറയുന്നില്ല. നമ്മൾ 1 കൂളോം 2 കൂളോം അങ്ങനെയല്ലേ പറയുള്ളൂ, അല്ലാതെ ദിശ അതിന്റെ കൂടെ പറയില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു രീതി ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കൂ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇലക്ട്രോസ്കോപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന്. എന്താ ഇലക്ട്രോസ്കോപ്പ്? ഈ ഒരു പിക്ചറിൽ കണ്ടോ ഇലക്ട്രോസ്കോപ്പ്? ഇതാണ് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് ജാർ എടുക്കും. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് ജാർ എടുക്കുകയാണ്. അപ്പം ഇത് ഫസ്റ്റ് ഞാനിവിടെ വരയ്ക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇത് സ്കെയിലാണ്. ഈ സ്കെയിൽ ഞാൻ എന്ത് ചെയ്യണേ? ഈ സ്കെയിൽമേലെ പ്ലാസ്റ്റിക് സ്കെയിലാണ്. അപ്പൊ ഇതിന്മേൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു എബണൈറ്റ് എടുക്കാം, അതിന്മേൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ചാർജ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് എന്ത്? ഇലക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും? ഈ എബണൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഈ സ്കെയിൽ ആവട്ടെ, ഇതെന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോസ്കോപ്പിന്റെ തൊട്ടടുത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിലെന്ത് ചെയ്യും? ഈ ദളങ്ങൾ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോസ്കോപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ? ഇതിനെ വിളിക്കുന്നതാണ് ഇലക്ട്രോസ്കോപ്പ്. ഇതൊരു ഗ്ലാസ് ജാർ ആണ്. ഈ ഒരു ഗ്ലാസ് ജാറിന് എന്തൊക്കെയാ ഭാഗങ്ങളാണ് ഉള്ളത്? ആദ്യം അത് നോക്കാം അല്ലെ. ഈ ഗ്ലാസ് ജാറിന് എന്തൊക്കെയാ ഭാഗങ്ങളാണ് ഉള്ളത്? ഒരു ലോഹഗോൾ ഉണ്ട്. ഇതിന്റെ ഏറ്റവും മുകളിൽ എന്തുണ്ട്? ഒരു ലോഹഗോൾ ഉണ്ട്. കണ്ടോ? ഒരു മെറ്റാലിക് ഗോളം ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ജാർ ആണ്. ആ ഒരു ഗ്ലാസ് ജാർ നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിലേക്ക് ഒരു മെറ്റാലിക് ഒരു കോപ്പറിന്റെ എന്തെങ്കിലും വയർ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. കണ്ടോ? അപ്പൊ മെറ്റാലിക് ഗോളം നമ്മൾ ഘടിപ്പിക്കും. ഇതിനെ ഈ ഒരു ഗ്ലാസ് ജാർ ഇതും എന്തെങ്കിലും അടിച്ചു മൂടുന്നുണ്ട്. അതായത് ഒരു കാർഡ്ബോർഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു റബ്ബർ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ അടക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെറ്റാലിക് ഒരു കോപ്പറിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഹജാലകം നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. കണ്ടോ? ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ തലക്കൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗോൾഡ് ഫോയിൽ, നേരത്തെ ഒരു ഗോൾഡ് ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലുമിനിയത്തിന്റെ തകിടോ എന്ത് ചെയ്യും? നമ്മൾ അവിടെ തൂക്കിയിടും. കണ്ടോ? 2 ദളങ്ങളായിട്ട് തൂക്കിയിടും. ഒരു അലുമിനിയത്തിന്റെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഗോൾഡിന്റെയോ. ഇപ്പൊ നമ്മളിവിടെ സ്വർണ്ണദളങ്ങളാണ് ഈ ഒരു പിക്ചറിൽ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ അടുത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഹെയറിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് ഞാൻ ഉരസാണ്. അപ്പൊ ആ സ്കെയിൽ എന്തായി? ചാർജ്ഡ് ആയില്ലേ?
ചാർജ്ഡ് ആയി. അത് ഞാൻ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഒന്നുകൂടിയും പറയാണ്, ഒരു ഗ്ലാസ് ജാർ നമ്മൾ എടുക്കുന്നു, അതിലേക്ക് എന്താ ചെയ്യുന്നത്, ഒരു മെറ്റാലിക് വയർ ഇൻസേർട്ട് ചെയ്യുന്നു, ഒരു ലോഹജാലകം, അതിന്റെ തലക്കൽ എന്ത് ചെയ്യും, 2 ദളങ്ങളോടുള്ള സ്വർണ്ണദളങ്ങൾ നമ്മൾ ഘടിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് മൂടും, അതിന്റെ ആ ഒരു വായുഭാഗം. എന്നിട്ട് അവിടെ ഒരു ലോഹഗോളവും കണക്ട് ചെയ്യും. ഈ ലോഹഗോളവും ഈ മെറ്റാലിക് എന്താണ്, കണക്റ്റഡ് ആണ് കേട്ടോ. അത് മനസ്സിലാക്കണേ. ആ ലോഹഗോളവും ഈ മെറ്റാലിക് ഇതിന്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ടുള്ള ആ ലോഹജോലവും എന്താണ്, കണക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് ഈ ഹെയറിൽ ഒരുതിയിട്ടുള്ള ഈ ഒരു സ്കെയിലായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ലോഹഗോളത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ സ്കെയിലിന് എന്ത് ചാർജ് ഉള്ളത്, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇവിടെ സ്കെയിലിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയിട്ടുള്ളത്. എബണൈറ്റും കമ്പിളിയും ഉരസുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ചാർജ്, എബണൈറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ചാർജഡ് ആണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. ഈ ഒരു ലോഹഗോളം ഉണ്ടല്ലോ, അതിന്റെ അടുത്തോട്ട് ഞാൻ എന്ത് കൊണ്ടുവരികയാണ്, ഈ പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഇത് കൊണ്ടുവരിക. അപ്പൊ തൊടുന്നില്ല കേട്ടോ, ജസ്റ്റ് അതിന്റെ അടുത്ത് വെക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും, ഈ ലോഹഗോളത്തിന്റെ മുകളിൽ എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ലോഹഗോളാവട്ടെ ഈ ഒരു മെറ്റാലിക് ബോണ്ടിൽ എന്തുണ്ട്, ഒരുപാട് ചാർജസ് ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവൂലേ. അപ്പൊ എന്താ ചെയ്യുന്നത് നോക്കൂ, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൽ ആ നെഗറ്റീവ് ചാർജ് മുഴുവനും ആ ലോഹഗോളത്തിലേക്ക്, ഇതിപ്പോ പോസിറ്റീവ് ആണ്, അപ്പൊ ഈ പോസിറ്റീവ് ചാർജ്, ഈ ലോഹഗോളത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വികർഷിക്കല്ലേ ചെയ്യുക. അപ്പൊ ഈ ലോഹഗോളത്തിലുള്ള പോസിറ്റീവ് ചാർജസ് മുഴുവനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ മെറ്റാലിക് ആ ഒരു വയറിന്റെ ഉള്ളിലൂടെ, ആ ഒരു ലോഹജാലത്തിലൂടെ വന്നിട്ട് ആ ഗോൾഡ് ഫോയിലെത്തും. മനസ്സിലായല്ലോ. ഇപ്പൊ പേടിച്ചിട്ട് വരിക, കാരണം പോസിറ്റീവ് ചാർജ് ആണ് എടുത്തിട്ട് വരുന്നത്. പോസിറ്റീവ് ചാർജ് വരുന്നത് കൊണ്ട് എന്താണ്, ആ ലോഹഗോളത്തിലുള്ള പോസിറ്റീവ് ചാർജ് ഒക്കെ പേടിച്ചിട്ട് താഴോട്ട് ഓടി വരും. കിട്ടിയോ. അപ്പൊ അവിടെ എന്ത് ചാർജാ ഉണ്ടാവുക, ആ ലോഹഗോളത്തിൽ ലാസ്റ്റ് ഉണ്ടാവുന്നത് നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ളൂ ഈ ഒരു പോസിറ്റീവ് ചാർജ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്കെയില് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് പേടിച്ചിട്ട്, കാരണം വികർഷണല്ലേ, ഒരുപോലത്തെ ചാർജ് കണ്ട വികർഷിക്കും, പേടിച്ചിട്ട് എല്ലാം എന്ത് ചെയ്യും, ആ സ്വർണ്ണദളങ്ങളിലോട്ട് എത്തും. മനസ്സിലായോ, സെറ്റാണോ. അപ്പം അടുത്തൊരു എക്സ്പെരിമെന്റ് പറയാം. ഞാൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എബണൈറ്റ് എടുക്കുക, അതിന്റെ തൊട്ടടുത്ത് വെക്കുമ്പോൾ എന്താ നടക്കുക നോക്കി, നെഗറ്റീവ് ചാർജ് ഒക്കെ പേടിച്ചിട്ട് ഈ ഗോൾഡ് ഫോയിലോട്ട് വരും. മനസ്സിലായോ. അപ്പൊ നെഗറ്റീവ് ചാർജ് വെക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ഫുള്ള് താഴോട്ട് വരും, പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഫുള്ള് താഴോട്ട് വരും. അപ്പൊ 2 സ്വർണ്ണതലങ്ങളിലും നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ആ രണ്ടും എന്ത് ചെയ്യും, വികർഷിക്കൂലേ. അപ്പൊ അതിങ്ങനെ വികർഷിച്ച് നിൽക്കും. അതാണ് അടുത്തടുത്ത് ഒട്ടി നിൽക്കാതെ അതിങ്ങനെ വികർഷിച്ച് നിൽക്കും. ഇതാണ് മനസ്സിലായിട്ടുള്ളത്. സെറ്റാണോ. അപ്പൊ എന്താണ് നെഗറ്റീവ് ചാർജും എന്താണ് പോസിറ്റീവ് ചാർജും നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ആ ലോഹഗോളത്തിന്റെ അവിടെ എന്തുണ്ട്, ഓൾറെഡി ഇത് ആ ലോഹഗോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിത. അപ്പൊ ആറ്റങ്ങളിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് നെഗറ്റീവ് ചാർജ് വരുമ്പോൾ എല്ലാം താഴോട്ട് വരും. ഇനി ഇത് എങ്ങനെ നിർമ്മിച്ചെന്നുള്ള ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നോക്കൂ, ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ പറയും ഡിസ്ചാർജിങ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ ചാർജ് ആക്കുക, അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും, ചാർജിങ് എന്ന് പറയും. ഒരു വസ്തുവിനെ നിർവീര്യമാക്കുക, ഇതുണ്ടല്ലോ ഈ ഇലക്ട്രോസ്കോപ്പിൽ നമ്മളിപ്പോ ഒരു ചാർജ് വന്നു അല്ലെ, അതായത് ലോഹഗോളത്തിന്റെ മുകളിൽ എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, അതൊക്കെ താഴോട്ട് പോയി. അവിടെ എന്തുണ്ട്, ഇപ്പം താഴോട്ട് പോസിറ്റീവ് ചാർജ് മുഴുവന് പോയി. അപ്പൊ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അതിനെ ചാർജ്ഡ് ആക്കി അല്ലെ, ആ മുകൾ ഭാഗത്ത് ചാർജ് വന്നില്ലേ. അതേപോലെ ഇതിന്റെ ഉള്ളിൽ ഈ ലോഹദളങ്ങളിൽ പോസിറ്റീവ് ചാർജ് വന്നു, അത് നമുക്ക് റിമൂവ് ചെയ്യണം. ആ ഒരു റിമൂവ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിസ്ചാർജിങ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം എന്തറിയപ്പെടുന്നു, ഡിസ്ചാർജിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഡിസ്ചാർജിങ് ചെയ്യാൻ, അതായത് ഇപ്പൊ നമ്മളെ ഇലക്ട്രോസ്കോപ്പിൽ എന്തുണ്ട്, ചാർജ് ഉണ്ട്, ആ ചാർജിന് ഒഴിവാക്കാനുള്ള മാർഗമാണ് എന്ത്, എർത്തിങ്. നെക്സ്റ്റ് അതാണ് പറയാൻ പോകുന്നത്. എന്താണ് എർത്തിങ് എന്നാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താ എർത്തിങ് നോക്കിയാലോ. അപ്പൊ എന്താണ് എർത്തിങ് നമുക്ക് നോക്കാം. അതായത് ആ ഒരു ഇലക്ട്രോസ്കോപ്പിലെ ചാർജസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഭൂമിയിലോട്ട് കൊടുക്കുക, എന്നിട്ട് ആ ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് നമ്മൾ ഒഴിവാക്കുക, അതിനെ വിളിക്കുന്നതാണ് എർത്തിങ്. അപ്പൊ എന്താ എർത്തിങ് നമുക്ക് പഠിക്കാം.
അതിനു മുമ്പ് നിങ്ങൾ SCERT-ൽ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, ഇതെന്താ സംഭവം നോക്കൂ. ആ ഇലക്ട്രോൺ പിന്നെ ആ ഒരു ദണ്ട് നമ്മൾ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ദണ്ട് ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക, ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തോട്ട്. അപ്പൊ ആ ഇലക്ട്രോസ്കോപ്പിന്റെ മുകളിൽ എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾ കൊണ്ടുവരുമ്പോൾ ആ മുകളിലുള്ള നെഗറ്റീവ് ചാർജ് ഫുള്ള് പേടിച്ചിട്ട് എന്ത് ചെയ്യും, താഴോട്ട് വരും. കണ്ടോ, അവിടെ എന്തുണ്ട്, ഇപ്പൊ അവിടെ പോസിറ്റീവ് ചാർജ്, അതെങ്ങനെ വന്നത്, അവിടുത്തെ നെഗറ്റീവ് ചാർജ് ഫുള്ളിനും എന്ത് ചെയ്ത് പേടിച്ചിട്ട് താഴോട്ട് വന്നു. ഇലക്ട്രോഡ് നമ്മൾ എബണൈറ്റ് കൊണ്ടുവന്നു, എബണൈറ്റ് തന്നെ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ കൊണ്ടുവന്നു. ഇതിനിപ്പോ നെഗറ്റീവ് ചാർജ് കിട്ടിയില്ലേ, വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തു കൊണ്ടുവരികയാണ്. ഏതിലോട്ടാ കൊണ്ടുവരുന്നേ, ഇലക്ട്രോസ്കോപ്പിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവന്നപ്പം ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, മനസ്സിലായല്ലോ. ആ നെഗറ്റീവ് ചാർജ് ഉള്ള ആ പാർട്ടിക്കിൾസിലെ നെഗറ്റീവ് ചാർജിനെ കാണുമ്പോൾ ഇവിടെ ഉള്ള നെഗറ്റീവ് ചാർജ് ഫുള്ള് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഗോൾഡ് ഫോയിലിലോട്ട് പോകും. കാരണം എന്താ, നെഗറ്റീവ് വികർഷിക്കല്ലേ ചെയ്യാ. എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ ഒരു കോപ്പർ വയർ ഉണ്ട്. ആ കോപ്പർ വയർ ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോപ്പർ വയർ ആണ് ഇതുള്ളത്. ആ കോപ്പർ വയറിൽ എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതിലെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, നമ്മളെ എബണൈറ്റ് ഈ ഒരു പാർട്ടിക്കിൾ ഇതിന്റെ തൊട്ടടുത്ത് വെക്കണുള്ളൂ കേട്ടോ, തൊടുന്നില്ല, അങ്ങനെ വെക്കുന്നുള്ളൂ. കണ്ടോ, എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാതെ തന്നെ ഒരു പ്രേരണ മൂലം എന്ത് ചെയ്യും, ആ നെഗറ്റീവ് ചാർജ് എല്ലാം പേടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജ് മാത്രമാവും. അപ്പൊ ഇപ്പൊ ഇലക്ട്രോസ്കോപ്പിന്റെ ആ ലോഹതലത്തിൽ എന്തുണ്ട്, മുകളിൽ പോസിറ്റീവും ആ ഗോൾഡ് ഫോയിൽ ഫുള്ള് നെഗറ്റീവ് ആണ് ഉള്ളത്. മനസ്സിലായല്ലോ. ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കൊണ്ടുവരുന്നു, അപ്പൊ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജസ് ഓടി എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജസ് പെട്ടെന്ന് ഓടി ഓടി താഴോട്ട് വരുന്നു. താഴോട്ട് വരുമ്പോ കണ്ടോ, താഴോട്ട് വരുന്ന ആ ഒരു സീനാണ് ഞാൻ കാണിക്കുന്നത്. താഴോട്ട് നെഗറ്റീവ് ചാർജസ് ഓടി വരും. അപ്പൊ മുകളിൽ എന്താവും നോക്കൂ, രണ്ട് ദളങ്ങളിലും നെഗറ്റീവ് വരിക. രണ്ട് ദളങ്ങളും നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും, വികർഷിക്കൂലേ. ഒരേപോലത്തെ ചാർജസ് ആവുമ്പോൾ എന്ത് ചെയ്യും, ആ ഗോൾഡ് ഫോയില് ആ സ്വർണ്ണദളങ്ങൾ എന്ത് ചെയ്യും, വികർഷിച്ചു നിൽക്കും. മനസ്സിലായല്ലോ. വികർഷിച്ചു നിൽക്കാനുള്ള കാരണം എന്താ, ഗോൾഡ് ഫോയിലിലേക്കാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ രണ്ട് ഗോൾഡ് ഫോയിലും നെഗറ്റീവ് ചാർജസ് ആവുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് വികർഷിക്കും. മുകളിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് മാത്രമാവും. ആ മുകളിലത്തെ ഭാഗത്ത് കണ്ടില്ലേ പോസിറ്റീവ്, അവിടെ പോസിറ്റീവ് മാത്രമാവും. ഇത്രയും സെറ്റ് ആണോ നിങ്ങൾക്ക്, കണ്ടോ, നെഗറ്റീവ് ചാർജസ് വന്നു ആ ഗോൾഡ് ഫോയില്. അപ്പൊ അത് വികർഷിച്ച് നിൽക്കാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, സെറ്റ് അല്ലേ. നോക്കൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഇലക്ട്രോസ്കോപ്പിന്റെ തൊട്ടടുത്തോട്ട് വേറൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ നോക്കി, ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളെ ചാർജ് കാരണം എന്ത് ചെയ്തു, പ്രേരണ മൂലം. നോക്കൂ ട്ടോ, ഈ ഒരു പിക്ചർ നോക്കൂ, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടോ, ടച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെ ടച്ച് ചെയ്യാതെ ഒരു വസ്തുവിന് ചാർജ് ലഭിക്കുന്ന ആ ഒരു പ്രവർത്തനം, ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനർക്രമീകരണത്തെ നമ്മൾ എന്ത് വിളിക്കും, സ്ഥിതവൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അതായത് ഇവിടെ ഒന്ന് നോക്കൂ നിങ്ങൾ, എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്, നമ്മൾ ചാർജ് ചെയ്തൊരു വസ്തു, ഇപ്പൊ എബണൈറ്റ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാർജ് ചെയ്തിട്ടുള്ള ഒരു വസ്തുവിനെ എന്ത് ചെയ്യാണ്, നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പം എന്താണ് സ്ഥിതവൈദ്യുത പ്രേരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിനെ ടച്ച് ചെയ്യുന്നില്ല. ഇങ്ങനെ ടച്ച് ചെയ്യാതെ എന്ത് ചെയ്യാ, ഒരു ഭാഗത്ത് നിന്നും വൈദ്യുതി മറ്റൊരു ഭാഗത്തോട്ട് ചലിച്ചു അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സ്ഥിതവൈദ്യുത പ്രേരണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെ, ഞാനൊരു എബണൈറ്റ് എടുത്തു, അത് നെഗറ്റീവ് ചാർജാ. ഞാൻ ഇലക്ട്രോസ്കോപ്പ് ഇങ്ങനെ വരക്കുന്നുണ്ട്. ഈ ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു എബണൈറ്റിനെ കൊണ്ടുവരികയാണ്. എബണൈറ്റിനെ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല കേട്ടോ, അതിന്റെ തൊട്ടടുത്ത് വെക്കുന്നുള്ളൂ. തൊട്ടടുത്ത് വെക്കുമ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ, ഇവിടെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട്, അതിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജും ഉണ്ട്. നെഗറ്റീവ് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്. ഞാനിപ്പോ വരച്ച പിക്ചർ തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ചാർജ് പാർട്ടിക്കിൾ കൊണ്ടുവന്ന് ടച്ച് ചെയ്തിട്ടില്ല. മനസ്സിലായോ, അവിടെ ഒരു വിടവ് കാണുന്നില്ലേ, ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാതെ തന്നെ അവിടെ എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് വന്നു. അതെങ്ങനെ, അവിടുത്തെ നെഗറ്റീവ് ചാർജ് ഒക്കെ താഴോട്ട് വന്നു. അപ്പൊ മുകളിൽ എന്ത് ചെയ്തു, പോസിറ്റീവ് ചാർജ് കിട്ടി. മനസ്സിലായോ, നെഗറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്തു, താഴോട്ട് പേടിച്ചിട്ട് വന്നില്ലേ, താഴോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജ് ആയി. അപ്പൊ നോക്കി, ടച്ച് ചെയ്യാതെ അവിടെ പോസിറ്റീവ് ചാർജ് കിട്ടിയില്ലേ, വിപരീത
വിപരീത ചാർജ് ആണ് കിട്ടിയത്. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുവന്നപ്പം അവിടെ പോസിറ്റീവ് ചാർജായി, വിപരീത ചാർജായി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്ഥിര വൈദ്യുത പ്രേരണം. സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ സ്ഥിത വൈദ്യുത പ്രേരണത്തിൽ എന്താ, ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം വേറെ നേരം എന്ത് ചെയ്യും, മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനർക്രമീകരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ഥിത വൈദ്യുത പ്രേരണം. അത് മനസ്സിലായല്ലോ. കാരണം എന്താ, വേറൊരു വസ്തുവിലോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ വെച്ചപ്പോ തന്നെ എന്ത് ചെയ്തു, ആ ഒരു വസ്തുവിൽ ചാർജുകളുടെ പുനർക്രമീകരണം ഉണ്ടായില്ലേ. കാരണം എന്താ, നെഗറ്റീവ് ചാർജ് ഒക്കെ താഴോട്ട് പോയി, മുകളിൽ പോസിറ്റീവ് ചാർജ് മാത്രമായി. അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് വിളിക്കാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്. ഹായ്, അപ്പൊ എന്താണ് ഇൻഡക്ഷൻ, എന്താണ് കണ്ടക്ഷൻ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്ഥിത വൈദ്യുത പ്രേരണത്തെ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്. എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷന്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തു എന്ത് വരും, അതിന്റെ പ്രേരണ മൂലം, അതായത് തൊട്ടടുത്ത് വരുള്ളൂ, അതെന്ത് ചെയ്യൂല, ടച്ച് ചെയ്യൂല. അപ്പൊ ഈ ഒരു വസ്തുവിന് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ്, ഇതിന് ചാർജ് ഇല്ല. അപ്പം ഇതിന്റെ തൊട്ടടുത്ത് വരുമ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം അവിടുത്തെ നെഗറ്റീവ് ചാർജ് കണ്ടന്റ് താഴോട്ട് പോവും. അപ്പൊ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ ഒരു പ്രവർത്തനത്തെ, ഇത് തൊട്ടടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ, ഇതെന്ത് ചെയ്തില്ല, ടച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്നതാണ് സ്ഥിത വൈദ്യുത പ്രേരണം. പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ, ടച്ച് ചെയ്യാതെ പ്രേരിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇതിനെന്ത് കിട്ടി, ചാർജ് കിട്ടി. അതിനെ വിളിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇനി എന്താണ് കണ്ടക്ഷൻ എന്നൊന്ന് പറഞ്ഞുതരാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാല് നോക്കി, നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. 282 പേജ്. നോക്കി, ഒരു പിത്ത് ബോൾ എടുക്കാണ്. ഒരു പിത്ത് ബോളും അതേപോലെ തന്നെ ചാർജ് ചെയ്ത ഒരു PVC പൈപ്പ് എടുക്കാണ് കേട്ടോ. ഒരു പിത്ത് ബോളും ചാർജ് ചെയ്ത ഒരു PVC പൈപ്പും. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഇത് PVC പൈപ്പാണ്. ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് ചാർജ് ചെയ്ത PVC പൈപ്പാണ്. ഇത് പിത്ത് ബോൾ ആണ്. അപ്പൊ ഇതിനെന്തില്ല, ചാർജ് ഇല്ല. അപ്പം ഈ PVC പൈപ്പും ഈ പിത്ത് ബോളും തമ്മിൽ കോണ്ടാക്ട് ചെയ്താല് ടച്ച് ചെയ്ത്, അപ്പൊ അതിനെ വിളിക്കുന്നതാണ് കണ്ടക്ഷൻ. എന്താ വിളിക്കുക, കണ്ടക്ഷൻ. ടച്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. മനസ്സിലായോ? അപ്പൊ സമ്പർക്കത്തിൽ വരികയാണ്, സ്പർശനത്തിലൂടെയാണ് ഇത് വരുന്നത്. ഇതിന് നമ്മൾ എന്ത് പറയും, കണ്ടക്ഷൻ പറയും, ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ഷന്. അപ്പൊ നോക്കി, ഈ PVC പൈപ്പില് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. അതിങ്ങനെ ഈ ഒരു പിത്ത് ബോളായിട്ട് ഇങ്ങനെ ഉരസുമ്പോൾ ഈ PVC പൈപ്പിലെ പോസിറ്റീവ് ചാർജ് ഫുൾ എയിലേക്കാവും, ഈ ഒരു പിത്ത് ബോളിലേക്കാവും. മനസ്സിലായോ? എന്നിട്ട് പിന്നെ ഇത് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് മാറ്റി വെക്കാണ്. പിന്നെ ഇത് എടുത്തോട്ട് വെക്കുമ്പോ എന്താ, ഇത് റിപ്പൽ ചെയ്യും. കാരണം എന്താ, ഇവിടെയും പോസിറ്റീവ് കിട്ടി, ഇവിടെയും പോസിറ്റീവ് കിട്ടി. വീണ്ടും ഈ ഒരു പിത്ത് ബോൾ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഒരേ ചാർജ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, വിട്ട് നിൽക്കും, ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കും. അടുത്തടുത്ത് നിൽക്കാതെ റിപ്പൽ ചെയ്ത് നിൽക്കും. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു ചാർജ് ഇല്ലാത്ത ഈ പിത്ത് ബോളായിട്ട് ഇത് ഉരസുമ്പോൾ ഈ പിത്ത് ബോളിന് പോസിറ്റീവ് ചാർജ് കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ കിട്ടിയ ഉടനെ തന്നെ ഇതെന്ത് ചെയ്യും, ഇതവിടെ റിപ്പൽ ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിന് ചാർജ് കിട്ടിയിരുന്നത്. കാരണം എന്താ, ഇതിന് ഓൾറെഡി പോസിറ്റീവാ നമുക്കറിയാം. അപ്പൊ ഇതിന് പോസിറ്റീവ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് റിപ്പൽ ചെയ്യുന്നത്. കാരണം ഒരേപോലത്തെ ചാർജസ് ആകുമ്പോൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, ഇത് വികർഷിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു B ചിത്രം കണ്ടപ്പം ഇതിന് ചാർജ് കിട്ടിയെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു പ്രവർത്തനത്തെ വിളിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യാണ്, സമ്പർക്കത്തിൽ വരിക. കണ്ടോ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് ആണ് ഇത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ഷൻ എന്ന് വിളിക്കും. പക്ഷെ നമ്മൾ ഇലക്ട്രോസ്കോപ്പിൽ എന്താണ്, കണ്ടക്ഷൻ ഇല്ല. കണ്ടോ, ഈ ഒരു പിക്ചറിൽ എന്താ നോക്കി, ഈ പിക്ചറിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ടച്ച് ചെയ്യാതെ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ നെഗറ്റീവ്ലി ചാർജിന്റെ കണ്ടന്റ് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് പോകും. അപ്പം ഇവിടുത്തെ നെഗറ്റീവ് കാണുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള നെഗറ്റീവ് ചാർജസ് ഒക്കെ താഴോട്ട് പോയിട്ട് ഈ ഗോൾഡ് ലീഫിൽ എത്തും. അപ്പൊ ഗോൾഡ് ലീഫിൽ ഈ ഭാഗത്തും നെഗറ്റീവ്, ഈ ഭാഗത്തും നെഗറ്റീവ്, അങ്ങനെ ആകുമ്പോൾ അത് റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് മാത്രമാവും. കാരണം ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഒക്കെ താഴോട്ട് പോയി, അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് മാത്രമായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചാർജ് ആവല്ലേ, ഇവിടെ പോസിറ്റീവ് ചാർജ് വരികയല്ലേ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് വിളിക്കാൻ പറ്റും. സെറ്റ് ആണോ, ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തൊരു ഭാഗത്തോട്ട് പോയാലോ.
അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കൂ, ചാർജ് ചെയ്ത, അതാണ് ഇവിടെ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ചാർജ് ചെയ്ത ഒരു വസ്തുവിന്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനർക്രമീകരണത്തെ സ്ഥിതവൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രേരണ മൂലം മാത്രം, മറ്റൊരു വസ്തുവിന്റെ പ്രേരണ മൂലം മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത് പുനർക്രമീകരണം ഉണ്ടാവുന്നത്. അതിനെ വിളിക്കുന്നതാണ് സ്ഥിതവൈദ്യുത പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കൂ, അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. SCERT-യിലുള്ള മറ്റൊരു പോയിന്റിലോട്ട് പോവാണ്. അടുത്തത് ഈ ഒരു പിക്ചറാണ്. എങ്ങനെയാണ് ഈ ഒരു ചാർജിനെ നമ്മൾ ഒഴിവാക്കുന്നത്? ഇതിന്റെ ഉള്ളിലുള്ള, അതായത് ഇലക്ട്രോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗോൾഡ് ലീഫിൽ ചാർജസ് വരുന്നുണ്ട്. എന്നിട്ട് ഈ ചാർജസ് നമ്മൾ ഒഴിവാക്കണം. അതെങ്ങനെയാണ്? അതിനെ വിളിക്കുന്നതാണ് എർത്തിങ്. ആ എർത്തിങ് എങ്ങനെ നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കൂ കേട്ടോ. ആദ്യ സ്റ്റെപ്പില് ഇത് നമ്മുടെ ഇലക്ട്രോസ്കോപ്പാ, അതൊക്കെ അറിയാം അല്ലെ? ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇലക്ട്രോസ്കോപ്പിന് സമീപത്തായി നെഗറ്റീവ് ചാർജ് ചെയ്ത ദണ്ട് കൊണ്ടുവെക്കും. കണ്ടോ ഇവിടെ എഴുതി വെച്ചത്? ഇലക്ട്രോസ്കോപ്പിന്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇലക്ട്രോസ്കോപ്പിന് സമീപത്തായി നെഗറ്റീവ് ചാർജ് ചെയ്ത ദണ്ട് കൊണ്ടുവെക്കുന്നു. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ചെയ്ത ദണ്ട് ഇവിടെ കൊണ്ടുവെക്കാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പില്. കണ്ടോ, ഈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ദണ്ട് കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് അല്ലെ? അപ്പൊ അവിടുത്തെ നെഗറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും? ആദ്യം ഈ ഗോൾഡ് ലീഫ് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ രണ്ടും ഒരുമിച്ച് നിൽക്കുക. കാരണം വേറെ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഒക്കെ ചാർജസും കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ രണ്ട് ഗോൾഡ് ലീഫ് അടുത്തോട്ട് ഇരിക്കുക. അപ്പൊ ഇങ്ങോട്ടൊരു ചാർജ് കൊണ്ടുവരുമ്പോ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള നെഗറ്റീവ് ചാർജസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിലൂടെ ഒഴുകി ഒഴുകി ഈ ഒരു ഗോൾഡ് ലീഫിന്റെ രണ്ട് ഭാഗത്തോട്ട് എത്തും. അപ്പൊ പിന്നെ ഇവിടെ ഏത് ചാർജാ ഉണ്ടാവുക? ഇവിടെ പോസിറ്റീവ് ചാർജ് മാത്രമാണ് ഉണ്ടാവുക. കണ്ടോ, ഇലക്ട്രോസ്കോപ്പിന്റെ നെഗറ്റീവ് ദളങ്ങളിൽ നെഗറ്റീവ് ചാർജും മുകളത്തെ അറ്റത്ത് പോസിറ്റീവ് ചാർജും ആവുന്നു. മനസ്സിലായല്ലോ? അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ നോക്കൂ, അങ്ങനെ വരുന്ന ഇവിടെ ഇപ്പൊ നെഗറ്റീവ് ചാർജ് ആയി അല്ലെ? ഈ ഭാഗത്തൊക്കെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടത്തൊക്കെ അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒഴിവാക്കണം. ഇവിടുത്തെ ഈ നെഗറ്റീവ് ചാർജസിനെ മുഴുവൻ നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് ഒരു മെറ്റാലിക് കണക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? നമ്മളെ ഭൂമിയിലോട്ട് കണക്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. കണ്ടോ, ഭൂമിയിലോട്ട് കണക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എർത്തിങ്. എർത്തിങ് നമ്മൾ സൂചിപ്പിക്കുന്ന സൈനാണ് ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ ഒരു വര. ഇതാണ് എർത്തിങ്. എർത്തിങ് കാരണം എന്താ? നമ്മൾ എർത്തിലോട്ട് കൊടുക്കുക. കാരണം നമ്മളെ ഭൂമി ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. നമ്മളെ ഭൂമിയാണ്. നമ്മളെ ഭൂമിന്റെ പ്രത്യേകത എന്താ? ഭൂമി എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രിക് ബാങ്ക് ആണ്. എന്താണ്? ഇലക്ട്രോണിന്റെ ബാങ്ക് ആണ് എന്ത്? ഭൂമി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കും. അപ്പൊ എന്താ എർത്തിങ് മനസ്സിലായല്ലോ? ഒരു വസ്തുവിന്റെ ചാർജ് എന്ത് ചെയ്യാ? പോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭൂമിയായിട്ട് കണക്ട് ചെയ്യാം. അതിനെ വിളിക്കുന്നതാണ് എർത്തിങ്. ഇപ്പൊ ഈ ഒരു വസ്തുവില് ഞാനിപ്പോ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വസ്തുവിന് ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ വസ്തുവിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ വസ്തുവിൽ നിന്നും ഒരു മെറ്റാലിക് കണക്ട് ചെയ്തിട്ട് ഭൂമി, ഇത് നമ്മുടെ ഭൂമിയാണ്, ഭൂമിയിലേക്ക് കൊടുക്കുക. അപ്പൊ നോക്കി, ഇതിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ ഈ പോസിറ്റീവിനെ ഇല്ലാതാക്കണം. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിന്റെ ബാങ്ക് ആണ് എന്ത്? ഭൂമി. അതായത് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും ചെയ്യും, അതേപോലെ ഇലക്ട്രോൺസിന് ആവശ്യമുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? നമ്മളെ ഭൂമി. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇവിടെ ഫുള്ള് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ചാർജസ് ആണുള്ളത്. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഇത് 1 2 3 4 5 6 ഏഴ് പോസിറ്റീവ് ചാർജാ ഉള്ളത് അല്ലെ? 7 പോസിറ്റീവ് ചാർജാ. അപ്പൊ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അപ്പൊ ഭൂമിയിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? 7 നെഗറ്റീവ് ഇലക്ട്രോൺസിനെ, അതായത് നെഗറ്റീവ് ചാർജസിനെ നെഗറ്റീവ് ചാർജസ് പറഞ്ഞ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊടുക്കും. മനസ്സിലായോ? ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്തു? അത് ക്യാൻസൽ ആയിട്ട് പോവും. അത് ഓരോന്ന് ക്യാൻസൽ ആയിട്ട് നിർവീര്യമായിട്ട് പോവും. അപ്പൊ ഈ ഒരു വസ്തുവിന്റെ ചാർജ് 0 ആയില്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ഭൂമിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഭൂമി എന്ത് ചെയ്യും? അതിനെ ക്യാൻസൽ ആക്കാൻ വേണ്ടി എത്ര പോസിറ്റീവ് ചാർജസ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജസിന് അങ്ങോട്ട് കൊടുത്തിട്ട് അത് ക്യാൻസൽ ആക്കും. ഇനിയിപ്പോ വേറൊരു എക്സ്പെരിമെന്റ് പറയാണ്. ഒരു ബോള്, ഇതിന് ഫുള്ള് നെഗറ്റീവ് ചാർജാ. എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ് ആണ്.
അപ്പൊ ഇത് നമ്മൾ ഭൂമിയായിട്ട് കണക്ട് ചെയ്യാം. ഇതിന്റെ ചാർജസ് ഒക്കെ ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. അപ്പൊ നെഗറ്റീവ് ചാർജ് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് വരും, ഭൂമിയിലോട്ട് വരും. അപ്പൊ ഇതിന്റെ ചാർജ് ഒക്കെ സീറോ ആവൂലേ. ഇതിലുള്ള എല്ലാ ഇലക്ട്രോൺസും ഭൂമിയിലോട്ട് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് എർത്തിങ്. അത് നമ്മൾ സൂചിപ്പിക്കുന്ന സൈനാണ് ഇങ്ങനെ നമ്മൾ ഭൂമിയിലേക്ക് എർത്തിങ് ചെയ്ത് ഭൂമിയിലേക്ക് കൊടുത്തെന്നുള്ളതിന് സൂചിപ്പിക്കുന്ന സൈനാണ് ഇത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പം അടുത്ത നോക്കൂ, ഈ ഒരു ഭാഗത്തോട്ട് നോക്കൂ. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മള് ഈ ഒരു ഗോൾഡ് ഫോയിലില് ഇവിടെ ഉള്ള നെഗറ്റീവ്സ് നമുക്ക് ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇതായിട്ട് നമ്മൾ ഭൂമിനെ കണക്ട് ചെയ്യും. അപ്പൊ നോക്കൂ, ഈ ഒരു പിക്ചറിൽ കണക്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. കണക്ട് ചെയ്തപ്പോ എന്ത് ചെയ്തു, ആ ഒരു ഇലക്ട്രോൺസ് ഇതൊക്കെ എങ്ങോട്ട് പോയി, ഭൂമിയിലോട്ട് പോയി. അപ്പൊ ഇവിടെ ചാർജസ് ഇല്ലല്ലോ. ചാർജസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അത് അടുത്തടുത്ത് വന്നു. മനസ്സിലായോ? ഇങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ എർത്തിങ് ഒഴിവാക്കും. ഇത് എടുത്ത് ഒഴിവാക്കും. ഈ ഒരു മെറ്റാലിക് വയർ നമ്മൾ എടുത്ത് ഒഴിവാക്കും. എടുത്ത് ഒഴിവാക്കുമ്പോ എന്താ നോക്കി, ഈ മുകളിലുള്ള ഈ പോസിറ്റീവ് മാത്രം ഉണ്ടാവും. ഉണ്ടോ? പോസിറ്റീവ് മാത്രം അവിടെ ഉണ്ടാവും. നെഗറ്റീവ്സ് ഒക്കെ പോയി. നെഗറ്റീവ്സ് ഒക്കെ ഭൂമിയിലോട്ട് പോയിട്ടുണ്ട്. ഈ പോസിറ്റീവ് മാത്രം അവിടെ ഉണ്ട്. ഈ ദണ്ടും അവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ദണ്ടിനുണ്ടല്ലോ, ആ ദണ്ടിനും കൂടി നമ്മൾ മാറ്റുക. അതായത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഈ ദണ്ടിനെ നമ്മൾ മാറ്റാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ദണ്ടിനെ മാറ്റുമ്പോ എന്താ, ഇവിടുത്തെ എന്ത് ചെയ്യും, പേടിച്ച് പോയിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് കയറി വരും. ഇവിടെ ഈ മെറ്റാലിക് വയറിൽ എന്തുണ്ടായിരുന്നു, ആ ഇലക്ട്രോൺസ് ഒക്കെ ഓൾറെഡി പോയി. പിന്നെയുള്ള ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ലേ, അപ്പം ഇത് പോയി. ഇപ്പൊ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ഒരു ദണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ഇതിന്റെ താഴോട്ട് വരും. അപ്പം ഇത് വികർഷിച്ച് നോക്കും. ഒന്നുകൂടി പറയാണ്, എന്ത് ചെയ്തു, ഈ ഒരു ദണ്ട് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാണ്. ദണ്ട് ഒഴിവാക്കുമ്പോ എന്ത് ചെയ്യും, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ആരും പേടിക്കാനൊന്നുമില്ല. ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ല. നെഗറ്റീവ് ഉണ്ടായതുകൊണ്ടാണ് പോവാതെ നിന്നത് അല്ലെ. ഇവിടെ ഇങ്ങനെ ചാർജ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഇതവിടെ പോകുമ്പോ എന്ത് ചെയ്യും, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ രണ്ട് ദളങ്ങളിലെത്തും. അപ്പൊ ഏതൊക്കെ ചാർജ് ഉണ്ടാവുക, പോസിറ്റീവ് ചാർജസ് ആണ് ഉണ്ടാവുക. അപ്പൊ രണ്ട് ചാർജസ് ഒരേപോലത്തെ ആയതുകൊണ്ട് അതിങ്ങനെ വികർഷിച്ച് നിൽക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉള്ളൂ. നെഗറ്റീവ് ഒക്കെ പോയിട്ടുണ്ട്. നെഗറ്റീവ് പോയതുകൊണ്ട് പോസിറ്റീവേ ഉള്ളൂ. അപ്പൊ ആ പോസിറ്റീവ് ഇങ്ങോട്ട് എന്ത് ചെയ്തു, സംവഹനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വിട്ടു നിന്നത്. മനസ്സിലായോ? അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നോക്കി, ഇൻഡക്ഷൻ വഴി ഈ ഒരു ഭാഗത്ത് എന്ത് ചാർജാ കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവ് ചാർജ് അല്ലേ. നമ്മൾ എന്ത് ചാർജാ കൊടുത്തേ, നെഗറ്റീവ് ചാർജ് കൊടുത്തപ്പോ പോസിറ്റീവ് കിട്ടി. അപ്പം ഇൻഡക്ഷനിൽ ഏത് ചാർജാ കിട്ടുക, ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇൻഡക്ഷൻ ചെയ്യുമ്പോൾ മറ്റു വസ്തുവിന് എന്ത് ചാർജ് കിട്ടും, അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് പോസിറ്റീവ് കിട്ടും. ഇനിയിപ്പോ പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. ഓർത്തിരിക്കുക. കാരണം പോസിറ്റീവിനെ കാണുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് താഴോട്ട് പോകും. അപ്പൊ ഇവിടെ നെഗറ്റീവ് മാത്രം ആവും. മനസ്സിലായല്ലോ? അപ്പം ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇൻഡക്ഷനിൽ എന്താണ്, ഒരു ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് അല്ല മറ്റേ ചാർജാണ്, ഇതിന്റെ വിപരീത ചാർജാണ് മറ്റൊരു വസ്തുവിന് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്തൊരു ഭാഗത്തോട്ട് പോയാലോ. നോക്കൂ, ഇവിടെ അതാണ് പറഞ്ഞത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്ത രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്ന ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ വിപരീത ചാർജ് ആയിരിക്കും. മനസ്സിലായോ? വിപരീത ചാർജ് അല്ലേ വന്നേ. നെഗറ്റീവ് ഇലക്ട്രോൺ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ കിട്ടിയത് ലാസ്റ്റ് കിട്ടിയത് എന്താ, ഇവിടെ ഫുള്ള് പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഫുൾ എന്താ കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഇൻഡക്ഷൻ വഴി ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ടച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് അല്ലേ, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് കുറെ നേരം എന്ത് ചെയ്യണം, ഇതിനിങ്ങനെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിലോട്ട് ഒരു മെറ്റാലിക് ബോണ്ട് കൊടുക്കും കേട്ടോ. മെറ്റാലിക് ബോണ്ട് കൊടുക്കും. ഓർത്തിരിക്കുക, മെറ്റാലിക് ബോണ്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക നോക്കൂ, ഇവിടെ ഒരു മെറ്റാലിക്, അതായത് നോക്കി, ഇവിടെ എന്ത് ചെയ്യും, ഒരു ഇൻഡക്ഷൻ നടക്കാണ്. ഈ ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിലോട്ട് ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് ഞാൻ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യണേ, ഒരു മെറ്റൽ പ്ലേറ്റ് ഞാൻ കൊടുത്തു.
ഇവിടെ രണ്ട് ഭാഗത്തും മെറ്റൽ പ്ലേറ്റ് കൊടുത്തു. അപ്പൊ നോക്കി, ഇവിടെ പോസിറ്റീവും ഇവിടെ പോസിറ്റീവും, ഇതിന്റെ തൊട്ട് വരികയല്ലേ ഈ മെറ്റാലിക് ബോണ്ട്. അപ്പൊ ഈ മെറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലുള്ള പോസിറ്റീവ് ആകുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ തൊട്ടടുത്തുള്ള ഈ ഭാഗത്തിലെ പോസിറ്റീവ് ഒക്കെ എന്ത് ചെയ്യും, അപ്പുറത്തേക്ക് പേടിച്ചോടും. അതാണ് പുറത്ത് പോസിറ്റീവ് വരുന്നത്. കണ്ടോ, ഇതിലുള്ളതും ഇവിടെ എന്തുണ്ട്, പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഈ പോസിറ്റീവിനെ കാണുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവിനെ കാണുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ഒക്കെ ഇങ്ങോട്ട് പേടിച്ചോടും, ഈ ഭാഗത്തും പോസിറ്റീവ് ആവും. അപ്പൊ ഈ ഭാഗത്തും എന്താവും, നെഗറ്റീവ് മാത്രാവും, ഇവിടെ നെഗറ്റീവ് മാത്രാവും. അപ്പൊ നെഗറ്റീവ് നെഗറ്റീവും അടുത്തോട്ട് വരുമ്പോ എന്താ, അവിടെ ഒരു ആകർഷണം ഉണ്ടാവില്ലേ. അപ്പൊ ആകർഷണം ഉണ്ടാവുമ്പം കുറെ നേരം, കണ്ടോ, ഇതും ഇതും ഒരു ആകർഷണം ഉണ്ടാവും. ആകർഷണം ഉണ്ടാവുന്നതുകൊണ്ട് എന്താണ്, കുറെ നേരം ആ ചാർജസ് അവിടെ നിൽക്കും. മനസ്സിലായല്ലോ. ഒന്നും കൂടി പറയാണ്, ഇതിന്റെ ഉള്ളിലേക്ക് ഒരു മെറ്റാലിക് പ്ലേറ്റ് കൊടുക്കാണ്. പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ ഗോൾഡ് ഫോയിലില് എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഇതിന് തൊട്ടടുത്തായിട്ട് വരികയല്ലേ മെറ്റാലിക്. അപ്പൊ നോക്കി, പോസിറ്റീവ് അടുത്ത് വരുമ്പോൾ റിപ്പൽ ചെയ്യും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ഒക്കെ പേടിച്ചിട്ട് ഇങ്ങോട്ട് പോകും, പുറത്തോട്ട് പോകും. ഇതിന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് പേടിച്ചിട്ട് എങ്ങോട്ട് പോകും, പുറത്തോട്ട് പോകും. അപ്പൊ ഇവിടെ ആര് മാത്രാവും, നെഗറ്റീവ് ചാർജ് മാത്രാവും. കണ്ടോ, ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രാവും, ഈ മെറ്റാലിക്മലും നെഗറ്റീവ് ചാർജ് മാത്രാവും. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ ഒരു ആകർഷണം ഉണ്ടാവും, ഈ നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ ഒരു ആകർഷണ ബലം ഉണ്ടാവും. ആ ആകർഷണ ബലം കൊണ്ട് അത് കുറെ നേരം നിൽക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായല്ലോ. അപ്പം ഒരു ഇലക്ട്രോസ്കോപ്പിനെ കുറെ നേരം നമ്മൾ ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യാ, അതിലോട്ട് ഒരു മെറ്റാലിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കും എന്ത്, കപ്പാസിറ്റർ എന്ന് വിളിക്കും. ഈ ഒരു സംവിധാനത്തെ നമ്മൾ എന്ത് വിളിക്കും, ഇതിന്റെ നടുവിലുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്ത് വിളിക്കും, കപ്പാസിറ്റർ. കാരണം എന്താ, ഒരു മെറ്റാലിക് ബോണ്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്യാണ്, ഒരുപാട് നേരം വെക്കാണ്. അത് നമ്മൾ എന്ത് വിളിക്കും, അങ്ങനെ ചെയ്യുന്നതിനെ കപ്പാസിറ്റർ എന്ന് വിളിക്കും. ഇത് ഇലക്ട്രോസ്കോപ്പ് ആണ്. ഇലക്ട്രോസ്കോപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഒരു സംവിധാനം ചെയ്തതാണ്. അപ്പൊ എങ്ങനെയാണ് കപ്പാസിറ്റർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മനസ്സിലായോ. അപ്പം നോക്കൂ, ഇവിടെ നമ്മളെ SCERT തന്നെ കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്ത വസ്തുവിനടുത്ത് ഒരു ലോഹജാലകം അല്ലെങ്കിൽ ഒരു അലുമിനിയം കോപ്പറിന്റെ ദണ്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. ലോഹജാലകം വെച്ചാല് ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായി വരുന്ന ലോഹജാലകത്തിന്റെ ഉപരിതലത്തിലെ വിപരീത ചാർജ് പ്രേരണം ചെയ്യപ്പെടും. മനസ്സിലായോ. പിന്നെ വിപരീത ചാർജുകളുടെ ആകർഷണ നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് ഏറെ നേരം നിലനിൽക്കും. ഈ തത്വം പ്രയോജനപ്പെടുത്തിയാണ് കപ്പാസിറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ. വിപരീത ചാർജ് അവിടെ വരികയാണ്, അതുകൊണ്ട് അത് ഒരുപാട് നേരം നിൽക്കും. ആ ഒരു തത്വമാണ് ഇവിടെ ഈ ഒരു കപ്പാസിറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കപ്പാസിറ്റർ അങ്ങനെ നിർമ്മിക്കാന്ന് നോക്കിയാലോ. നോക്കൂ, കപ്പാസിറ്റർ ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ഒരു ഭാഗമാണ്. രണ്ട് ലോഹവലയങ്ങൾ നമ്മൾ എടുക്കും. ഇവിടെ ഒരു ലോഹം എടുത്തു, ഇവിടെ ഒരു ലോഹം എടുത്തു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും, പേടിച്ചിട്ട് അപ്പുറത്തേക്കാവും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടാവും, ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ ഇത് ഒരുപാട് നേരം നിൽക്കൂലേ. നെഗറ്റീവ് ഒരു ആകർഷണം ഉണ്ടാവും. ഒരുപാട് നേരം എന്ത് ചെയ്യും, അവിടെ ചാർജ് നിലനിൽക്കും. മനസ്സിലായല്ലോ. ഇവിടെ കണ്ടോ, ബി പ്ലേറ്റ് എ പ്ലേറ്റിന്റെ അടുത്തോട്ട് വരുമ്പോൾ ചാർജ് മൂലമാണ്. ഇത് ചാർജിന്റെ പാർട്ടിക്കിൾ ആണ്, രണ്ടും ചാർജിന്റെ പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഇത് ഒരുപാട് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഒപ്പം നമ്മൾ വെക്കാണ്. ഒപ്പം വെക്കുമ്പോൾ ഈ മെറ്റാലിക് പ്ലേറ്റിലും എന്തുണ്ട്, ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടുത്തെ പോസിറ്റീവിനെ കാണുമ്പോൾ ഇവിടെ ഉള്ള പോസിറ്റീവ് ഒക്കെ ഇപ്പുറത്തേക്കാവും, ഇവിടെ നെഗറ്റീവ് മാത്രാവും. അപ്പൊ നെഗറ്റീവും പോസിറ്റീവ് എന്ത് ചെയ്യും, ഒരു ആകർഷണ ബലം ഉണ്ടാവുന്നതുകൊണ്ട് അത് ഒരുപാട് നേരം അവിടെ നിലനിൽക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് കപ്പാസിറ്റർ. മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എർത്ത് ചെയ്യും. കണ്ടോ, ഇവിടുത്തെ പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഒക്കെ പോകൂലേ. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് മാത്രമായി അവിടെ ഒരു ആകർഷണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പിക്ചറിൽ ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ചിത്രം കാണിക്കുന്നില്ലേ, എർത്ത് ചെയ്യാണ്. കാരണം ആ ചാർജസിനെ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് കപ്പാസിറ്റർ കിട്ടും. ഓക്കെ. അപ്പം ഈ സംവിധാനത്തില് വൈദ്യുത ചാർജ് ഏറെ നേരം നിലനിർത്താനാവും അഥവാ സംഭരിച്ചു വെക്കാനാവും. ഇവയ്ക്കിടയിലെ ഒരു വൈദ്യുത മണ്ഡലം രൂപപ്പെടുന്നതാണ് ഇതിന് കാരണം. ഇവിടെ നിന്ന് ഒരു വൈദ്യുത മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. ഈ സംവിധാനത്തെ നമ്മൾ എന്ത് വിളിക്കും, കപ്പാസിറ്റർ. ഇപ്രകാരം വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്
കപ്പാസിറ്റർ മനസ്സിലായോ? എന്താ കപ്പാസിറ്റർ എന്ന് നോക്കൂ. ഇവിടെ എന്താണ് ഡൈഇലക്ട്രിക് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കാണ്, ഈ ഒരു സംവിധാനത്തെ വിളിക്കുന്നതാണ് കപ്പാസിറ്റർ. പക്ഷെ ഇത് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഒരുപാട് നേരം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ഒരു വസ്തു കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡൈഇലക്ട്രിക്. അതായത് ഒരു ഇൻസുലേറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാല്, ഈ പ്ലേറ്റുകൾ നിശ്ചിത പരപ്പളവുള്ള ഒരു കപ്പാസിറ്ററിന്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിന്റെ ഇടയിലുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായ ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഇതൊക്കെ ഇൻസുലേറ്റർ ആണ്. ഇവിടെ ഒരു ഇൻസുലേറ്റർ ഘടിപ്പിക്കും. അപ്പൊ എന്താ, ഈ ചാർജസ് ഇങ്ങോട്ട് ഒഴുകി പോകൂല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഇൻസുലേറ്ററുകൾ നമ്മൾ എന്ത് വിളിക്കും? ഡൈഇലക്ട്രിക് എന്ന് വിളിക്കും. ഒന്നുകൂടി മനസ്സിലാക്കാണ്. ഇതിപ്പോ കപ്പാസിറ്റർ ആയി. ഈ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ ഒന്നും കൂടി ചാർജ് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി, ഈ ചാർജസ് ഇങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസുലേറ്റർ വെക്കും. ഇൻസുലേറ്റർ എന്താ? വൈദ്യുതിനെ കടത്തി വിടൂല. അതിനെ വിളിക്കുന്നതാണ് ഡൈഇലക്ട്രിക്. ആ ഡൈഇലക്ട്രിക് കൂടി വെച്ചാൽ കുറെ നേരം അവിടെ നിൽക്കും. അപ്പൊ ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പേപ്പർ യൂസ് ചെയ്യാം, വായു യൂസ് ചെയ്യാം, പോളിയസ്റ്റർ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ എന്താ? വൈദ്യുതിനെ കടത്തി വിടൂലല്ലോ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയും? കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് ആണ് എന്ന് പറയും. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ ഡൈഇലക്ട്രിക്കിന് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ കേട്ടോ. കപ്പാസിറ്റർ, ഡൈഇലക്ട്രിക് കണ്ടോ? രണ്ട് ലോഹവളയങ്ങള് പിന്നെ അവരുടെ ഡൈഇലക്ട്രിക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈഇലക്ട്രിക്. കപ്പാസിറ്റർ ഇതാണ് കേട്ടോ. ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ആ ഒരു ഫോം കണ്ടില്ലേ? അതാണ് കപ്പാസിറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വായു യൂസ് ചെയ്യാൻ പറ്റും, പോളിയസ്റ്റർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും എന്ത് ചെയ്യൂല? വൈദ്യുതിനെ കടത്തി വിടൂല. ഓക്കെ, ഈ കപ്പാസിറ്ററിന്റെ ശേഷി നമ്മൾ വിളിക്കുന്നത്, അതായത് കപ്പാസിറ്ററിൽ വൈദ്യുതി ചാർജ് സംഭരിക്കാനുള്ള ആ ശേഷിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഇതിലിപ്പോ എത്ര വൈദ്യുതി ചാർജ് സംഭരിക്കാൻ പറ്റും അതിന്റെ അളവിന് വിളിക്കുന്നതാണ് കപ്പാസിറ്റൻസ്. അതിന്റെ യൂണിറ്റ് എന്താ? ഫാരഡേ എന്നാണ് അതിന്റെ യൂണിറ്റ്. ഒരു ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്ര മൈക്രോ ഫാരഡ് ആണ്? 10⁶ മൈക്രോ ഫാരഡ് ആണ് കേട്ടോ. ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁶ മൈക്രോ ഫാരഡും ഒരു ഫാരഡ് എന്ന് പറയുന്നത് 10⁻12 പീക്കോ ഫാരഡും ആണ്. പീക്കോ ഫാരഡ് നമ്മൾ എഴുതുന്നത് PF എന്നും മൈക്രോ ഫാരഡ് നമ്മൾ ഇങ്ങനെ എഴുതുന്ന കേട്ടോ. മൈക്രോ ഫാരഡ് നമ്മൾ ഇങ്ങനെ എഴുതുക മൈക്രോ ഫാരഡ് എന്നാണ് വായിക്കുക. ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഒരു ഫാരഡ് എന്ന് പറഞ്ഞാൽ എത്ര? 10⁻6 മൈക്രോ ഫാരഡും 10⁻12 പീക്കോ ഫാരഡുമാണ്. അത് രണ്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താണ് മൈക്രോ ഫാരഡ, എന്തോ പീക്കോ ഫാരഡ എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് വൈദ്യുത ചാർജിന്റെ വിതരണം എങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇപ്പം ഒരു മെറ്റാലിക് പ്ലേറ്റ് അല്ല, ഒരു വസ്തു എടുക്കാണ്, ഒരു പ്ലാസ്റ്റിക് സ്കെയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സ്കെയിലിന്റെ ഉപരിതലത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചാർജസ് നിൽക്കുന്നത്. അപ്പൊ ഈ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ എവിടെ നിൽക്കുക? ഓരോന്നിന്റെയും ഷേപ്പ് അനുസരിച്ച് എവിടെയാണ് ചാർജസ് കൂടുതൽ ഉണ്ടാവുക. അപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് എന്ത് ചെയ്യും? കൂടുതൽ ചാർജസ് കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇങ്ങനെ എഡ്ജഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും എഡ്ജിലാണ് കൂടുതൽ ചാർജസ് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് ഇരിക്കുക. വൈദ്യുത ചാർജ് ഏറ്റവും ഫോക്കസ് ചെയ്യുക എവിടെയാണ്? എഡ്ജസിലാണ്. ഇവിടെ എന്താണ്? ഉപരിതലത്തിൽ മുഴുവനായിട്ട് ഒരുപോലെ ചാർജസ് കാണാൻ പറ്റും. പിന്നെ സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ, പിന്നെ ഇങ്ങനെ എഡ്ജ് ടൈപ്പ് ആണെങ്കിൽ ഇവിടെ എഡ്ജസിനാണ് കൂടുതലായിട്ട് ചാർജസ് കാണാൻ പറ്റുക. ഇനിയിപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ ആണെങ്കിലും ആ സ്ക്വയറിന്റെ എഡ്ജസിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ വൈദ്യുത ചാർജ് കാണാൻ പറ്റുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് നമ്മൾ പറയുന്നത്. സ്ഥിതവൈദ്യുതിന്റെ കേസിലാണ് കേട്ടോ. സ്ഥിതവൈദ്യുതി, അതായത് ഉപരിതലത്തിൽ വൈദ്യുതി നിൽക്കുന്നതിനാണ് സ്ഥിതവൈദ്യുതി. ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആണെങ്കിൽ ഇതിന്റെ എഡ്ജ് ഭാഗത്തും, സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെയാണ് കാണാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ എഡ്ജ് ഭാഗത്താണ് എന്ത് കാണാൻ പറ്റുക? കൂടുതൽ വൈദ്യുത ചാർജ് കാണാൻ പറ്റുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കുക. ഒരു ചാലകത്തിലെ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിന്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലാക്കണേ. കൂർത്ത അഗ്രങ്ങളിലാണെങ്കിൽ എന്താ? ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ
ഒരു ചാലകത്തില്, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പോവുകയാണ്, നിശ്ചിത വൈദ്യുതി പോവുകയാണ്, അപ്പം അതിന്റെ ചാർജ് ഉപരിതലത്തിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഉപരിതലത്തിൽ മാത്രമായിരിക്കും ഇത് ചെയ്യപ്പെടുന്നത്, വിതരണം ചെയ്യപ്പെടുന്നത്. അതേപോലെ എഡ്ജസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും. അത് ഓർത്തിരിക്കുക. കൂർത്ത അഗ്രം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും ചാർജസ് കൂടുതലായിരിക്കും. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അത്രയും സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്ങിന്റെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഇടിയും മിന്നലും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെ ഇടിയും മിന്നലും ഉണ്ടാവുന്നത്, നമ്മളെ മേഘങ്ങള്, ഇത് നമ്മളെ മേഘാണെന്ന് കരുതുക. മേഘങ്ങള് തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. കൂട്ടിമുട്ടൂലേ? അപ്പൊ കൂട്ടിമുട്ടുമ്പോ അവർക്ക് എന്ത് ചെയ്യും, ചാർജ് കിട്ടും. എന്ത് ചാർജാ കിട്ടുക, നെഗറ്റീവ് ചാർജസ് കിട്ടും. എന്ത് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജസ് കിട്ടും. അപ്പൊ ഒരുപാട് നെഗറ്റീവ് ചാർജസ് കിട്ടുമ്പോ ഇവർക്ക് ഇത് താങ്ങാൻ കഴിയൂല. ഇതെന്ത് ചെയ്യണം, താങ്ങാൻ കഴിയൂല. ഒരുപാട് നെഗറ്റീവ് ചാർജ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ ഭൂമിയിലേക്ക് ഇത് വിടാൻ നോക്കും. കാരണം എന്താ, ഭൂമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ബാങ്കാ. അപ്പൊ ഈ ചാർജസ് നമ്മളെ ഭൂമിയിലോട്ട് വിടാൻ നോക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വായുവിലൂടെ ഭൂമിയിലോട്ട് വരാൻ നോക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇടിമിന്നൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഉരസുമ്പം ഈ ഇലക്ട്രിക് ചാർജ് പുറത്തോട്ട് വരുന്നതാണ് എന്ത്, ഈ മിന്നൽ എന്ന് പറയുന്നത്. ഇത് കൂട്ടിമുട്ടുമ്പോ, ഇത് വായുവിലിട്ട് ഉരസുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദമാണ് ഇടി എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. അപ്പം ഇടിയും മിന്നലും അങ്ങനെ നോക്കൂ, മേഘങ്ങളില് ചാർജ് സ്വരൂപിക്കലുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. അവയിൽ സ്വീകാര്യമായ ഒരു വിശദീകരണമാണിത്. അതായത് ഇടിയും മിന്നലും മേഘങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടിയും മിന്നലും ഉണ്ടാവുന്നത് അങ്ങനെയാണ്, മേഘങ്ങളിൽ ചാർജ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇടിയും മിന്നലും ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇടിയും മിന്നലും ഉണ്ടാവുന്ന എന്താ, മേഘങ്ങൾ തമ്മിൽ ഉരസുമ്പോ അവിടെ ചാർജസ് രൂപപ്പെടുന്നുണ്ട്. താരനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളുടെ മുകൾ ഭാഗം തണുത്തുറഞ്ഞും മഞ്ഞു കണങ്ങൾ ഉണ്ടാകുന്നു. ശക്തമായ വായുപ്രവാഹത്താൽ ഇത്തരം കണങ്ങൾ തമ്മിൽ ഉരസി ഘർഷണമായി ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നു. കണ്ടോ, ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജസ് ഉണ്ടാവുന്നുണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണുകൾ ലഭിച്ച മഞ്ഞു കണങ്ങള് താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടവ മേഘങ്ങളുടെ മുകൾ ഭാഗത്തും നിലകൊള്ളും. അതായത് ഇപ്പം ഇതിപ്പോ മേഘമാണ്, ഞാൻ പറഞ്ഞു രണ്ട് മേഘങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും, ഉരസുന്നുണ്ട്. ഉരസും എന്താണ്, ഇലക്ട്രോൺസ് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പം ഒരു മേഘത്തിന് എന്ത് ചെയ്യാണ്, പോസിറ്റീവ് ഇലക്ട്രോണും ഇതിനിപ്പോ നെഗറ്റീവ് ഇലക്ട്രോണാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നെഗറ്റീവ് കിട്ടി. അതായത് ഇത് ഇലക്ട്രോൺസിനെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്വീകരിച്ചു. ഒരു വസ്തു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ വസ്തുവിന് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജും കൊടുത്തതിന് പോസിറ്റീവും. അപ്പൊ ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവാണ്. അപ്പൊ എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള ആള് മുകളിൽ വരും. പോസിറ്റീവ് ചാർജ് കിട്ടിയിട്ടുള്ള മേഘം മുകളിലും താഴെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് കിട്ടിയതും വരും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ കൂടുതൽ നെഗറ്റീവ് ഉള്ളത് ഇവിടെ ആയിക്കാരം. ഏറ്റവും കൂടുതൽ ചാർജ് നെഗറ്റീവിലാവും ഉണ്ടാവുക. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് താങ്ങാൻ കഴിയൂല, മേഘത്തിന് താങ്ങാൻ കഴിയാതെ ഇതെന്ത് ചെയ്യും, മുകൾ ഭാഗത്ത് ഇങ്ങനെ നൂറുകണക്കിന് കൂളോം എന്നാ പറഞ്ഞത്, അത്രയും ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മേഘങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? നോക്കൂ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട മേഘങ്ങളുടെ മുകൾ ഭാഗത്തായി നിലകൊള്ളുന്നു. അപ്പൊ ഇങ്ങനെ നൂറുകണക്കിന് കൂളം ചാർജ് സ്വരൂപിക്കപ്പെടുന്നുണ്ട്. ഇത്രയും ഉയർന്ന അളവിലുള്ള ചാർജ് ഇൻസുലേറ്റർ ആയ വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ്. അതായത് നമ്മുടെ വായു എന്താ, ഒരു ഇൻസുലേറ്ററാ, വൈദ്യുതിനെ കടത്തി വിടുന്നില്ല. പക്ഷെ കൂടുതൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ വായുവിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി പ്രവഹിക്കും. അങ്ങനെയാണ് പ്രകാശം ഉണ്ടാവുന്നത്, മിന്നൽ ഉണ്ടാവുന്നത്. ഈ പ്രകാശത്തിന് വിളിക്കുന്ന പേരാണ് മിന്നല്. മനസ്സിലായോ? മേഘങ്ങള് കൂട്ടി ഉരസുമ്പോൾ ഒരാൾക്ക് നെഗറ്റീവും ഒരാൾക്ക് പോസിറ്റീവും കിട്ടുന്നു. പോസിറ്റീവ് ആയ ചങ്ങായി എപ്പോഴും മുകളിലായിരിക്കും, നെഗറ്റീവ് ആയത് എപ്പോഴും താഴത്തായിരിക്കും. അപ്പൊ ഒരുപാട് നൂറുകണക്കിന്, എത്രയാണ്, ലക്ഷക്കണക്കിന് എന്തുണ്ടാവുന്നുണ്ട്, കൂളോം ചാർജ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ താങ്ങാൻ പറ്റാതെ അത് നമ്മളെ വൈദ്യുതിയിലേക്ക് കടത്തിവിടുകയും വൈദ്യുതി എന്ത് ചെയ്യും, അത് ഇൻസുലേറ്റർ ആയിരുന്നു, അത് വൈദ്യുത ചാലകമാകുകയും ചെയ്യും. വൈദ്യുത ചാലകമാകും. അങ്ങനെ അവിടെ ഒരു പ്രകാശം രൂപപ്പെടും. ഇതാണ് മിന്നല്. മനസ്സിലായല്ലോ? അപ്പം
ഇങ്ങനെ മിന്നൽ ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലം ഉണ്ടാകുന്ന പ്രകമ്പനമാണ്. അതായത് ഈ വായു ഇവിടെ ഇങ്ങനെ വായു ഉണ്ട്, ഈ വായുവിലൂടെ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ ഒഴിക്കുക, ഭയങ്കര ചൂടാവും. അപ്പൊ ഈ വായുകൾ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. ആ കമ്പനം ചെയ്യും പ്രകമ്പനമാണ് എന്ത്? ഇടിനാദം. മനസ്സിലായല്ലോ? ഇടിനാദം എന്താ മനസ്സിലായല്ലോ? വായുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടും. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഇടിനാദം. അപ്പൊ എന്താണ് ഇടിമിന്നലും ഇതെന്താന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിന്നൽ രക്ഷാജാലകം ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ എർത്തിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ വലിയ വലിയ പള്ളികളുടെ ഒക്കെ മുന്നിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ ഒരു വലിയൊരു ഒരു ഇത് ഘടിപ്പിച്ചിട്ടുള്ളത്, ഒരു ചാലകത. അതായത് ഇതെന്താണ്? കോപ്പറിന്റെ വയർ എന്തെങ്കിലും ഉണ്ടാവും അതിന്റെ ഉള്ളില്, എന്നിട്ട് ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും? ഇങ്ങനെ കൂട്ട സംഭവം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഈ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് സ്വീകരിക്കപ്പെടും. കാരണം നമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പ്ലേറ്റാ, അപ്പം ഇലക്ട്രോണിന്റെ ബാങ്ക് ആണ്. അപ്പൊ ആ മേഘങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇതിലൂടെ താഴോട്ട് പോയിട്ട് നമ്മളെ ഭൂമിയിലോട്ട് പോവും. ഇതാണ് എന്ത്? മിന്നൽ രക്ഷാ ജാലകം. മിന്നൽ രക്ഷാ ജാലകം ഒരു ചെമ്പ് തകിട് ഇതിന്റെ ഉള്ളില് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് മുഴുവനായിട്ട് ഇലക്ട്രോൺസിനെ നമ്മളെ ഭൂമിയിലോട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? അതാണ് മിന്നൽ രക്ഷാ കവചം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം ആരാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്? ആരായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്? മൂപ്പരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സിൽ നോക്കൂ. ബെഞ്ചമിൻ ഫ്രാങ്കിൾ എന്നാ ജനിച്ചത്? 1706 ജനുവരി 17. ജനുവരി 17. ഈ 17 എടുക്കുക. 1706 ജനുവരി 17 ബെഞ്ചമിൻ ഫ്രാങ്കിൾ എവിടെ ജനിച്ചു? അമേരിക്കയിലെ ബോസ്റ്റണിൽ ജനിച്ചു. അമേരിക്കയിലെ ബോസ്റ്റണിൽ ജനിച്ചു. എഴുതി വെക്കണം കേട്ടോ. അതേപോലെ ഇദ്ദേഹം എന്താ കണ്ടെത്തിയിട്ടുള്ളത്? വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് നമ്മളെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇദ്ദേഹത്തെ ഒന്ന് നോക്കി, കാണാൻ നല്ല ചുരുക്കമൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ ഫിൽഡാൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആര്? ഇദ്ദേഹം. അമേരിക്കയിലെ ഫിലഡൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആര്? ഇദ്ദേഹം. എഴുതി വെക്ക. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിട്ടുള്ള വ്യക്തിയും കൂടെയാണ് ആര്? നമ്മളെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലിന്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഈ പട്ടം പറത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായിട്ടുള്ളത്? മിന്നലിന്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പം പട്ടം പറത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ആളാണ് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്. അത് ഓർത്തിരിക്കുക കേട്ടോ. പട്ടം പറത്തിയിട്ടാണ് ഇദ്ദേഹം എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ചാർജുകൾ ഉണ്ടായതുകൊണ്ടാണ് മിന്നൽ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സെറ്റ് അല്ലേ? അപ്പൊ പിന്നെ ഇതിൽ പറയുന്നത് മിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്, അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മുൻകൂറായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. മിന്നലേറ്റ ഒരാളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്നാണ് പറയുന്നത്. മിന്നലേറ്റ ആളെ നമുക്ക് എന്ത് ചെയ്യണം? വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് നിവർത്തി കിടത്തണം. എന്നിട്ട് ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു പോവാതിരിക്കാൻ ശരീരം എന്ത് ചെയ്യുക? തിരുമ്പി ചൂട് പിടിപ്പിക്കണം. അതുപോലെ ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാതിരിക്കാൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം നമ്മൾ കൊടുക്കണം. ഹൃദയമിടിപ്പ് നിലച്ചു പോവാതിരിക്കാൻ എന്ത് ചെയ്യുക? ഇടവിട്ട് നെഞ്ചിൽ ശക്തമായിട്ട് അമർത്തി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. പിന്നെ അതേപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത്. കാരണം എന്ത് ചെയ്യും? ചാർജസ് അതിലേക്ക് വരും. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇതാക്കും. പിന്നെ ഉയരമുള്ള വൃക്ഷ ചുവട്ടിലും നിൽക്കരുത്. കാരണം ഉയരമുള്ള വൃക്ഷ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ചാർജസ് പെട്ടെന്ന് അതിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷ ചുവട്ടില് അഭയം തേടരുത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജനിച്ചത് 1706 ജനുവരി 17 അമേരിക്കയിലെ ബോസ്റ്റണിലാണ് ജനിച്ചിട്ടുള്ളത്. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്
ഇദ്ദേഹമാണ്. നാമകരണം ചെയ്തത് അദ്ദേഹമാണ്. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. പിന്നെ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ ആളുമാണ് ഈ ഒരു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്. അപ്പൊ ഇത്രയുള്ള ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ സ്ഥിതവൈദ്യുതി എന്താണെന്ന് പറഞ്ഞു. പിന്നെന്താണ് അതിന്റെ ഓരോ പരീക്ഷണങ്ങൾ പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണണം. പരീക്ഷണങ്ങൾ കറക്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഇലക്ട്രോസ്കോപ്പിന്റെ നിർമ്മാണം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, എർത്തിങ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് നീക്കം ചെയ്യൽ എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെന്താ കപ്പാസിറ്റർ എന്താന്ന് പറഞ്ഞു. കപ്പാസിറ്റർ എന്ന വൈദ്യുതി ശേഖരിച്ചു വെക്കുന്നതാണ് കപ്പാസിറ്റർ. പിന്നെ ഇത് കപ്പാസിറ്ററിന്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വൈദ്യുത ചാർജിന്റെ വിതരണം സ്പെറിക്കൽ ആകുമ്പോൾ അതിന്റെ ഉപരിതലത്തില്, പിന്നെ ഇങ്ങനത്തെ ഒരു എഡ്ജഡ് ആകുമ്പോൾ എഡ്ജസിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പിന്നെ ഇടിമിന്നലും മിന്നൽ രക്ഷാ ജാലകവും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് വൈദ്യുത ചാർജസിനെ എന്താക്കി മാറ്റിയിട്ടുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ നോട്ട് കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക എല്ലാവരും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.